സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഈസ് കണ്ടന്റ് മാർക്കറ്റിംഗ്. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താ ചെയ്യുന്നത്? എന്തിനാ ചെയ്യുന്നത്? ബ്രാൻഡ് അവയർനെസ്സിന്. നമുക്ക് ഈ സാധനം ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് അവയർനെസ് കിട്ടുന്നുണ്ട്. ഹാരിസൺ കോഹ്ലി സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ടെക് ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ടെക് ഓറിയന്റഡ് ആണ്. അത് അങ്ങനെ തന്നെ പറയുന്നത്, ടെക് ഓറിയന്റഡ്. കാരണം ടെക്കിൽ എന്തൊക്കെ അപ്ഡേഷൻസ് വരുന്നുണ്ടോ അതിലെല്ലാത്തിലും കയറിയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയ അല്ല നാളെ കാണുന്നത്. എക്സ്പെരിമെന്റ് ചെയ്ത് കറന്റ് ഐ ക്യാൻ കോൺഫിഡൻറ്റ്ലി സേ വി ഹാവ് എ സിസ്റ്റം ഫോർ ദാറ്റ്. അത് when a client ഓൺബോർഡ് ചെയ്യുന്ന ഡേ 1 മുതൽ ഫസ്റ്റ് 7 days കംപ്ലീറ്റ്ലി പ്രൊഫൈൽ. അല്ലെങ്കിൽ ഞാൻ ചിരിക്കുന്ന കോമഡിക്ക് ആയിരിക്കില്ല നവനീത് ചിരിക്കുന്നുണ്ടാവുക. അത് ഒരു വെരി ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ദർ ഇസ് ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ഓഡിയൻസ്. അത് റിലേറ്റബിൾ ആണ്, ഡയറക്ട്ലി റിലേറ്റബിൾ ആണ്. ഒരാളിൽ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് റിലേറ്റബിൾ ആണ്. അപ്പോൾ റിലേറ്റബിൾ ആക്കുക, നമ്മളെ ഓഡിയൻസിന് ഇത് റിലേറ്റബിൾ ആക്കുക. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അനലിറ്റിക്സ്, മെട്രിക്സ് ആൻഡ് സിസ്റ്റം. സോ നമ്മൾ ആദ്യം തന്നെ ക്ലയന്റ് വന്നതിന് ആദ്യം ചെയ്യൽ ഡിസൈൻ ടീം ഇരുന്നിട്ട് ഇതിൽ ക്രിയേറ്റ് സോഷ്യൽ മീഡിയ ബ്രാൻഡ് ബുക്ക് അല്ല, സോഷ്യൽ മീഡിയ ബ്രാൻഡ് ബുക്ക്. നമ്മളിന്ന് പാചകം ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഏജൻസി സ്കെയിൽ ചെയ്യാം. അപ്പോൾ ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ക്ലൈന്റ് ലൈനിൽ ഒരു 2-3x, റവന്യൂ വൈസിൽ ഒരു 5-6x ഒറ്റ വർഷം കൊണ്ട് നേരെ ജമ്പാണ് 5 ഇരട്ടി 6 ഇരട്ടി 7 ഇരട്ടിയിലേക്ക് ഒരു സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ്. അപ്പം എന്തൊക്കെ ചേഞ്ച് ആണ് ആ ഒരു ഗ്രോത്തിന് മെയിൻ ആയിട്ടുള്ളത്? എന്താണ് അതിന്റെ ഒരു മാജിക്? നമ്മൾ ഫസ്റ്റ് ഇപ്പം ഒരു റവന്യൂല് എനിക്കൊന്നൊരു 4x അങ്ങനെ എന്താണ് ആക്യുറേറ്റ് ഇപ്പം റീസെന്റ് വന്നിട്ടുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ റവന്യൂ നിലയിൽ അപ്പുറത്തേക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ടീമാണ്. അതായത് ആ റവന്യൂല് വരുന്ന ആ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ആ റവന്യൂല് വരുന്ന എന്താ പറയുക ആ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡയറക്ട്ലി എന്താണ് കണക്റ്റഡ് ടു ടീം സൈസ് അല്ലെങ്കിൽ ആ ടീമിന്റെ ക്വാളിറ്റി എന്നുള്ളതാണ്. അത് മുന്നേ എനിക്ക് തോന്നുന്നു നമ്മൾ വെരി ലെസ് ഇൻ നമ്പേഴ്സ് ആയിരുന്നു, അതായത് ജസ്റ്റ് ഫിംഗേഴ്സിൽ എണ്ണാൻ പറ്റുന്ന കൗണ്ടിലായിരുന്നു നമ്മൾ ആളുകൾ ഉണ്ടായിരുന്നത്. ബട്ട് കറന്റ്ലി സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ്, ഹാരിസൺ കോഹ്ലി സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അറൌണ്ട് 35+ മെമ്പേഴ്സ്. അതായത് 35+ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിംഗ് ഡിസൈനേഴ്സ് ആൻഡ് എഡിറ്റേഴ്സ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് ഒരു 40-43 മെമ്പേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പല ഏജൻസിയിലെയും ടോട്ടൽ നമ്പേഴ്സിനെക്കാട്ടും കൂടുതൽ നമ്മളൊരു കൊച്ചു ഡിപ്പാർട്ട്മെന്റ് സൈസ് ഉണ്ട്. അതായത് ഒരു കറക്റ്റ് ഡാറ്റ നോക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സോഷ്യൽ മീഡിയ എന്താ പറയുക ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഫസ്റ്റ് 1 or 2 or 3 എന്തായാലും വരുന്നുണ്ടാവും. അപ്പം അതാണ് ആക്ച്വലി ഗ്രോത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ഇൻ നമ്പേഴ്സ് ലൈക്ക് റവന്യൂ എന്നുള്ളതല്ല, പകരം ഈ ടീമിന്റെ അതൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പോലെ ബിൽഡ് ചെയ്ത് എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്കൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്. ആക്ച്വലി ഈ 40-45 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ 45 പേര് എന്നുള്ളതല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പേർപ്പസ് ഉണ്ട്. വർക്കിംഗ് ആസ് സോഷ്യൽ മീഡിയ ടീം, ഡിസൈനേഴ്സ്, അതേപോലെ പ്രൊഡക്ഷൻ ടീം, സോഷ്യൽ മീഡിയ മാനേജേഴ്സ്, റൈറ്റേഴ്സ്, സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അറൌണ്ട് 4 to 5 എന്തുണ്ട് സബ് ടീംസ് ഉണ്ട് ഇതിനുള്ളിൽ. അത് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ ഒരു 4-5 മിനി ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഓരോരോ ടീമിനും എന്തുണ്ട് ലീഡ്സ് ഉണ്ട്. ഓരോ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന, ഓണർഷിപ്പ് ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വന്നിട്ടുള്ളത്. അതായത് വെൻ നമ്മളടുത്തേക്ക് ഒരു ക്ലയന്റ് വരുന്ന സമയത്ത് അപ്പോൾ അവരുടെ റിക്വയർമെന്റിന് അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. അതിന് നമ്മളടുത്ത് എന്ത് വേണം? പക്കാ ക്രൂ വേണം. അതായത് ഇപ്പൊ പണ്ട് സോഷ്യൽ മീഡിയ മാനേജിങ് എന്നുള്ള ടേം ആയിരുന്നല്ലോ. ഇപ്പൊ നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് മാർക്കറ്റിംഗ് എന്നുള്ള പേരിൽ മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിലും അത് വരണം എന്നുള്ളതുകൊണ്ട് ആണ് അങ്ങനെ ഒരു സ്കെയിലിംഗ് മെത്തേഡ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ടീം. ആ ടീമിനെ ഡെവലപ്പ് ചെയ്തു. അപ്പം ഓട്ടോമാറ്റിക്കലി ക്ലയന്റിന്റെ ബാക്കപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലയന്റിന്റെ പോർട്ട്ഫോളിയോ കാര്യങ്ങൾ വലുതായി. റവന്യൂ ഒബ്വിയസ്ലി അതിന്റെ ഒപ്പം എന്താവും ജമ്പ് ആവും. അപ്പോൾ ഇതിനകത്ത് മേജറായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ ഏജൻസി ബിസിനസ്സിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ക്ലയന്റ് വരുന്നു, അപ്പം ബാക്ക് എൻഡിലൂടെ ഒരു ക്ലയന്റ് പോകുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രോത്ത് ഇല്ല. പല ഏജൻസികളും സംഭവിക്കുന്ന ഒരു മെയിൻ പ്രശ്നം അതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരേ സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ക്ലയന്റുകളെല്ലാം സാറ്റിസ്ഫൈ ആക്കി നിർത്തിയിട്ട് അപ്പുറത്തെ എൻഡില് മന്ത്ലി ബേസിൽ ഒരു 7-8 ക്ലയന്റിനെ വീണ്ടും ഓൺബോർഡ് ചെയ്തിട്ട് ആ ഗ്രോത്ത് ഇങ്ങനെ എൻഷുർ ചെയ്ത് പോകുന്നതിനുള്ള ആ ഒരു മെത്തേഡ്? അത് ആക്ച്വലി നമ്മള് യൂഷ്വലി ഇപ്പം ഇതൊരു മിസ്റ്റേക്ക് എന്ന് വരാൻ പറ്റില്ല. പക്ഷെ മൊത്തത്തിൽ മാർക്കറ്റിലുള്ള ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ചൊല്ലുണ്ട്, ഈ ക്രിയേറ്റീവ് സാധനം അല്ലെങ്കിൽ ക്രിയേറ്റീവ് സംഭവങ്ങൾ നമുക്ക് ഒരിക്കലും മെട്രിക്കലി അനലൈസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ദർ ഈസ് സംതിങ്, അത് നമുക്ക് ഒരിക്കലും ഒരു മെട്രിക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടോ വി കാൺട്ട് ഹാൻഡിൽ ക്രിയേറ്റീവ് പീപ്പിൾ എന്നുള്ളൊരു സംഭവം. അപ്പോ അങ്ങനെ തിങ്ക് ചെയ്യുന്ന സമയത്ത്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരാൾക്ക് ഇത്ര ക്ലയന്റ് ഹാൻഡിൽ ചെയ്യണം, ഒരാൾ ഇത്ര ക്രിയേറ്റീവ്സ് എഴുതണം, ഇത്ര വീഡിയോസ് ചെയ്യണം, നമുക്ക് ഒബിഡി നമ്പർ വെക്കാൻ പറ്റില്ല. അങ്ങനെ വെക്കാത്ത പക്ഷം ഈ പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവും. എന്ത്? സ്കെയിലിംഗ് പറ്റൂല. അപ്പൊ നമ്മൾ ആദ്യം ക്രാക്ക് ചെയ്തിട്ടുള്ളത് ആ പോയിന്റാണ്. അതായത് എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളെ മെട്രിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അത് ആക്ച്വലി നമ്മളൊരു അറൌണ്ട് ഒരു 1 year ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് കറന്റ്ലി ഐ ക്യാൻ കോൺഫിഡന്റ്ലി സേ വി ഹാവ് എ സിസ്റ്റം ഫോർ ദാറ്റ്. അതായത് ഈവൻ ദോ നമ്മൾ ഭയങ്കര ഹൈലി പെയ്ഡ് ടൂൾസ് യൂസ് ചെയ്യേണ്ടതിന്, അതായത് ഒരാളൊരു കോപ്പി എഴുതി കഴിഞ്ഞാൽ ആ കോപ്പിക്ക് ഒരു പേർപ്പസ് വേണം. ഓക്കെ, അപ്പൊ ആ പേർപ്പസ് അത് മീറ്റ് ആയോ, ഷുഡ് ബി കാൽക്കുലേറ്റഡ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് എ മെട്രിക്. ഓക്കെ, ഇയാൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ ടോട്ടൽ എന്താ പറയാ ഇംപ്രഷൻ എത്രയാണ്. ഒരു റൈറ്റർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേനോ അവർക്ക് എന്താ പറയാ ഒരു മന്ത് എൻഡ് ആവുന്ന സമയത്ത് വി ഹാവ് എ റിപ്പോർട്ടിംഗ് സിസ്റ്റം. എല്ലാ മാസം ഒരു 5th ആവുന്ന സമയത്ത് ദേ വിൽ പ്രിപ്പയർ എ റിപ്പോർട്ട്. അത് ബേസ്ഡ് ഓൺ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസ് നിന്ന് വരുന്ന ഡാറ്റ വെച്ചിട്ട്. സോ ദേനോ അവർ ഈ കഴിഞ്ഞ മാസം എത്ര റീച്ച് ജനറേറ്റ് ചെയ്തു, എത്ര ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്തു, എത്ര സെയിൽസ്. സോഷ്യൽ മീഡിയയിൽ യൂഷ്വലി നമ്മൾ അങ്ങനെ സെയിൽസിനെ പറ്റി സംസാരിക്കാറില്ല ഇൻ ഓർഗാനിക് കണ്ടന്റ് പാർട്ടിൽ. ബട്ട് വി ഹാവ് സിസ്റ്റം ഫോർ ദാറ്റ്. അതായത് നമ്മൾ ഒരുവിധം എല്ലാ ക്ലയന്റിനും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ സംഭവം പ്ലഗ് ചെയ്തിട്ടുണ്ട്. വി ആർ ഗിവിംഗ് സെയിൽസ് ഓൾസോ. അത് എല്ലാവർക്കും ഇല്ല മീൻസ് എല്ലാ നീഷിലും ഇല്ല. എല്ലാ നീഷിലും അത് പോസിബിൾ ആണ് ആക്ച്വലി. ബട്ട് വി ക്യാൻ വർക്ക്, അത് വർക്ക് ചെയ്തുകൊണ്ടുണ്ട്. ബട്ട് കറന്റ്ലി സ്പെസിഫിക് നീഷസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സെയിൽസും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ഫുഡ് ഫോൾ ആണെന്നുണ്ടെങ്കിലും മന്ത്ലി കിട്ടുന്ന റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വി ഹാവ് എ പ്രോപ്പർ സിസ്റ്റം ഫോർ റൈറ്റർ ആയിക്കോട്ടെ. ഈവൻ ദോ ഡിസൈൻ പാർട്ടിൽ ഇതിപ്പോൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഈ പ്രൊഡക്ഷനിലൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് മെട്രിക് എങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന്. അപ്പം അവിടെ റിജക്ഷൻ റേറ്റ്, അതായത് ക്ലയന്റ് അല്ലെങ്കിൽ ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കണ്ടന്റ്സിന് എത്ര പെർസെന്റേജ് റിജക്ഷൻ റേറ്റ് ഉണ്ട്. അപ്പം ഓരോ മന്തും റിജക്ഷൻ റേറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് പിറ്റത്തെ മന്ത് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇവർ റിജക്ഷൻ റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ക്ലയന്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുള്ളൂ. ഈവൻ ദോ റൈറ്റേഴ്സിലും ഉണ്ട് റിജക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞൊരു മെട്രിക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ക്ലയന്റ് ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലും പണ്ട് ചേൺ ഉണ്ടായിരുന്നു. ചേൺ മീൻസ് ക്ലയന്റ് പോകുന്നുണ്ടായിരുന്നത് ഫസ്റ്റ് ഇനീഷ്യൽ 1 or 2 monthsലാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ക്രിയേറ്റീവ്സ് മേ ബി എന്താവില്ല, ഈ ക്ലയൻസിന് ഇത് വർക്ക്ഔട്ട് ആവില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അല്ലെങ്കിൽ മനസ്സിലാവാത്തെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ചില അവര് എക്സ്പെക്ട് ചെയ്തെന്ന് ആ ഒരു സംഭവം ആയിരിക്കില്ല വരുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെത്തേഡ് ഞാൻ പറയാം. അതായത് സോഷ്യൽ മീഡിയയിൽ ആക്ച്വലി നമുക്കൊരു ക്ലയന്റ് ഓൺ ബോർഡ് ആയി കഴിഞ്ഞാൽ വി ഹാവ് ഒരു 15 to 20 ഡേയ്സിന്റെ ബാക്ക് ആൻഡ് വർക്ക് ഉണ്ട്. ഈ ബാക്ക് ആൻഡ് വർക്ക് ആക്ച്വലി ചെയ്യുന്നത് കംപ്ലീറ്റ്ലി റിസർച്ച് പാർട്ടാണ്. അതായത് when a client ഓൺ ബോർഡ് ചെയ്യുന്ന day 1 മുതൽ ഫസ്റ്റ് 7 days കംപ്ലീറ്റ്ലി ഫോർ റിസർച്ച്. ആ റിസർച്ചിൽ ഇവൻ ദോ ഡിസൈനേഴ്സ് ഇരുന്ന് റിസർച്ച് ചെയ്യുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ കറന്റ്ലി ആ മാർക്കറ്റിൽ എന്ത് ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ്സ് ആ ട്രെൻഡിങ്, എന്ത് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് സ്റ്റൈലാണ് ട്രെൻഡിങ്, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ഫോൺസ് കാര്യങ്ങൾ വിഷ്വൽ ഹുക്സ് എങ്ങനെ വരുന്നത് കൈൻഡ് ഓഫ്. അതേപോലെ സ്ട്രാറ്റജിസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവുക കംപ്ലീറ്റ്ലി പ്യൂർലി അത് ഓഡിയൻസ് സൈക്കോളജി ബേസ്ഡ് ചെയ്ത്. അതായത് ആ ടാർഗറ്റ് ഓഡിയൻസിന്റെ സൈക്കോളജി എന്താണ്, ഇവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണ്, ഈ പ്ലാറ്റ്ഫോമിൽ എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ആണ് ഇവർ ഷെയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നവനീത് ഷെയർ ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കില്ല ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ ചിരിക്കുന്ന കോമഡിക്ക് ആയിരിക്കില്ല നവനീത് ചിരിക്കുന്നുണ്ടാവുക. അത് ഒരു വെരി ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ദർ ഇസ് ഡിഫറെന്റ് എന്ത് കാറ്റഗറി ഓഫ് ഓഡിയൻസ് ഉണ്ടാവും. മേ ബി ഒരൊറ്റ സെറ്റിലേക്ക് പോകുന്നുണ്ടാവും, ചിലതിൽ പല സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും, സെഗ്മെന്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ സെഗ്മെന്റ്സ് ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്യുന്ന സെഗ്മെന്റിൽ എത്ര പെർസെന്റേജ് ഈ ടൈപ്പ് ഓഫ് അഡൾട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്, എത്ര പെർസെന്റേജ് ഇവൻ ദോ ജെൻസീസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അത്രയും പെർസെന്റേജ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലാറ്റ്ഫോംസ് കാര്യങ്ങൾ ചൂസ് ചെയ്യും. അത് പ്രൈമറി പ്ലാറ്റ്ഫോം, ഇതിൽ ഇത്ര പെർസെന്റേജ് ഓഫ് കണ്ടന്റ് ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ദിസ് പ്ലാറ്റ്ഫോം, ഇത്ര പെർസെന്റേജ് ഷുഡ് ബി ഹിയർ. അതും നമ്മൾ സെഗ്മെന്റ് ചെയ്യും. അതായത് ഇപ്പം ഇൻസ്റ്റഗ്രാം നമ്മൾ ചൂസ് ചെയ്തു, ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം ഒരു 45% ഓഫ് കണ്ടന്റ് ഷുഡ് ബി ഫോക്കസ്ഡ് ഇൻ ഇൻസ്റ്റഗ്രാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 45%-ൽ എത്ര പെർസെന്റേജിൽ വീഡിയോസ് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക എത്രത്തോളം ട്രെൻഡ് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ വർത്തി കണ്ടന്റ്സ് എത്ര എണ്ണം വേണം, ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് എത്ര എണ്ണം വേണം, അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ റൈറ്റേഴ്സിന്റെ റൈറ്റേഴ്സിന് ഓരോ പേർപ്പസ് കൊടുക്കും. അതായത് മന്ത്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ്സിൽ ഇത്ര എണ്ണം ഇതിന്റെ ടാർഗറ്റ് ഇതാണ്, ഷെയർ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ സേവ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതൽ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതൽ വ്യൂസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുണ്ട്. അതിപ്പം റീൽസാ പോകുന്നുണ്ടെങ്കിൽ യു ആർ ടാർഗറ്റിംഗ് വൈഡ് ഓഡിയൻസ്. ഓക്കെ, ബട്ട് പോസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ പ്ലസ് അതിന്റെ മ്യൂച്വൽ ഫോളോവേഴ്സ് ഇത്രയും ആളുകളിലേക്കാണ് ഇത് ഫസ്റ്റ് പോവുക. അപ്പം അങ്ങനെ പോകുന്ന കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി നമ്മളെ ബ്രാൻഡിനെ അറിയുന്ന ആൾക്കാരാണ് കാണുന്നത്. സോ ആ ടൈപ്പ് ഓഫ് കോപ്പീസ് ആയിരിക്കണം അവിടെ വരുന്നത്. മറ്റത് പുതിയ ആളുകളായിരിക്കും,
അതായത് വൈഡ് ആയിട്ടുള്ള വേറെ ഓഡിയൻസിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ആ ടൈപ്പ് ഓഫ് കോപ്പീസ് ആണ് വേണ്ടത്. ഇനി സ്റ്റോറീസ് ആണെന്നുണ്ടെങ്കിൽ പ്യൂർലി സെയിൽസ് ഓറിയന്റഡ്. അതായത് സ്റ്റോറീസ് കാണുന്നത് നമ്മളെ ഫോളോ ചെയ്തിട്ടുള്ള നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആളുകളെ സ്റ്റോറീസ് കാണുള്ളൂ. സോ ദേ നോ നമ്മളെ ബ്രാൻഡിനെ നന്നായിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ അറിയുന്ന ആളുകളായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് കൺവേർഷൻസ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ സെയിൽസി ആയിട്ടുള്ള മൂഡിലേക്ക് പോകും. ഇങ്ങനെ ഓരോ കോപ്പിക്കും പേർപ്പസ് ഇടും, അല്ലെങ്കിൽ ഓരോ ക്രിയേറ്റീവിനും പേർപ്പസ് ഇടും. ആ പേർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മന്ത് എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെട്രിക്സ് ഇവർക്ക് തന്നെ വിസിബിൾ ആക്കും. എന്നിട്ട് ആ മെട്രിക്സ് വെച്ചിട്ട് ദേ വിൽ ഇംപ്രൂവ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് അനലിറ്റിക്സ്. മെട്രിക്സ്, പക്കാ മെട്രിക്സ്. ഒരു സൈഡില് ഉണ്ടായിരുന്ന എംപ്ലോയീസ് ഒക്കെ ചെയ്തിരിക്കുന്ന വർക്കിനെ മെല്ലെ മാത്തമാറ്റിക്സ് ആക്കി കൊണ്ടുപോകും. മാത്തമാറ്റിക്സിനെ മെല്ലെ അതിന്റെ പെർസെന്റേജ് കാര്യങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് ഓക്കെ ഇനി അടുത്ത മാസം നിങ്ങൾ ഇത്ര പെർസെന്റേജ് എത്തിയിരിക്കണം, ഇങ്ങനെ അവിടെ ഒരു സ്പെസിഫിക് പെർസെന്റേജ് ഉണ്ട്. അതായത് ഇംപ്രൂവ്മെന്റിന് ഒരു പെർസെന്റേജ് ഉണ്ട്. ദർ ഷുഡ് ബി 10% ഓർ അബോവ് എന്ത് വേണം, ഇംപ്രൂവ്മെന്റ് വേണം എല്ലാ മന്തും എന്നുള്ളത്. അപ്പം അത് നമ്മളവിടെ വെക്കുന്ന ഒരു മെട്രിക് എന്നുള്ളത്, അല്ലാണ്ട് അതൊരിക്കലും ഒരു പ്രഷർ ആ മൂഡിലല്ല പോകുന്നുണ്ടാവുക. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ കോമ്പറ്റീഷൻ. കാരണം ഇത്രയും വലിയ ടീമാണ്, 45 മെമ്പർ ടീമിന്റെ അടുത്ത് 45 റിപ്പോർട്ട്സ് വരും. ഈ 45 റിപ്പോർട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇരുന്നിട്ട്, അതായത് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് അനലൈസ് ചെയ്യുന്നത്. മന്ത്ലി നമുക്കൊരു 5 days നമ്മൾ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ 5 days കംപ്ലീറ്റ്ലി എല്ലാവരും പെർഫോമൻസ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള റിവാർഡ്സ് പോകുന്നുണ്ട്. അപ്പൊ ആളുകൾ ലൈക്ക് ഓക്കെ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്, ആൾസോ ഇതെങ്ങനെ ചെയ്തെന്നും കൂടി പറയും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു സ്ട്രാറ്റജിസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു 3 monthsലേക്ക് ഇത്ര ഫോളോവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര ഫോളോവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതല്ല റിപ്പോർട്ട്. ആക്ച്വലി ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഇതിൽ ഞാൻ ഫേസ് ചെയ്ത ചലഞ്ച് എന്താണ്, നെക്സ്റ്റ് ടൈം എനിക്ക് എന്തൊക്കെ ചലഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്, അത് നമ്മൾ എല്ലാ മാസവും വാങ്ങും. എന്നിട്ട് നമ്മൾ ലീഡ്സ് വർക്ക് ചെയ്യുന്നത് ഇവരത്തെ ചലഞ്ചസ്, അതായത് നമ്മൾ ഈ ചലഞ്ചസ് ഒന്ന് എന്ത് ചെയ്യും, അപ്പൊ തന്നെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് ഈ ചലഞ്ചസ് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ലീഡ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഈ ചലഞ്ചസ് ഡിസ്കസ് ചെയ്യുക. ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് ടീമുണ്ട്. അപ്പം അവർക്ക് ചലഞ്ചസ് ഇട്ട് കൊടുക്കും. ക്രൈസിസ് മാനേജേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 7 member ടീമുണ്ട് സോഷ്യൽ മീഡിയന്റെ ഉള്ളിൽ. ആക്ച്വലി അപ്പൊ ഇവർക്ക് നമ്മൾ ഈ ചലഞ്ചസ് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി നെക്സ്റ്റ് മന്ത് ഈ ചലഞ്ച് എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള. സോ അങ്ങനെ ഒരു പ്രോപ്പർ സിസ്റ്റം എന്നുള്ളതാണ് ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സിസ്റ്റം വരുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ആ ഇമ്പ്രൂവ്മെന്റ്സ് വരും, ആളുകൾ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങും, അവർക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വരും. അപ്പം പിന്നെ നമ്മൾ ടാലൻസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് വി ആർ ഡൂയിങ് ട്രേഡിങ് സ്കിൽ. ആക്ച്വലി ഏജൻസി എന്ന് പറയുമ്പോൾ സ്കില്ല് ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള സിസ്റ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മൾ ടീമിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ടീമിനെയും കൂടി ഇതിലേക്ക് പ്ലഗ് ചെയ്യുന്നതിന് അനുസരിച്ച് എന്താവും, അത് ഗ്രോ. അത് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അനലിറ്റിക്സ്, മെട്രിക്സ് ആൻഡ് സിസ്റ്റം. അപ്പം സോഷ്യൽ മീഡിയ, ഈ ഒരു ഹോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഷോപ്പുള്ള ആൾ തൊട്ട് ഇവിടെ $multi-billion ആൾക്കാർ വരെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ചിലർ അതിനകത്തേക്ക് ഒരു 500 അല്ലെങ്കിൽ 5,000 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ചിലവർ അതിനകത്തേക്ക് മില്യൺസ് ആൻഡ് എമൗണ്ട് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ എന്നിരുന്നു കഴിഞ്ഞാലും എങ്ങനെയാണ് ഒരു ബിസിനസ് മാൻ മനസ്സിലാക്കേണ്ടത് അവരുടെ സോഷ്യൽ മീഡിയ ഈസ് ആക്ച്വലി പെർഫോമിംഗ് ആണോ അണ്ടർ പെർഫോമിംഗ് ആണോ എന്ന്? ഓക്കെ, ഇത് ആക്ച്വലി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാം വെച്ച് തന്നെ പറയാം, മെറ്റ വെച്ച് പറയാം. അവിടെ കണ്ടന്റ് വൈറൽ ആവുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്. അതായത് എങ്ങനെയാണ് ഒരു കണ്ടന്റ് വൈറൽ ആവുന്നത്, വെരി ബേസിക് ആണ് ആക്ച്വലി, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബട്ട് സ്റ്റിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലും ഒരു വീഡിയോ എന്തായാലും 1 million 2 million ആവും എന്തായാലും. പക്ഷെ ഇതാവുന്നത് റൈറ്റ് ഓഡിയൻസിലാണോ, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇത് സ്ഥിരമായിട്ട് ആവുന്നുണ്ടോ. ഈ 2 കാര്യങ്ങളാണ് അവിടെ മെയിൻ ആയിട്ടുള്ള. ഇപ്പം നമുക്ക് ഒരുപാട് KPIs ഉണ്ട്. അതിപ്പം ഈ രജിസ്ട്രേഷൻ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് KPIs ടീമിലുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ക്ലയന്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ക്ലയന്റിന് ഗ്രോത്ത് ഉണ്ടോ അല്ലേ എന്നുള്ളത് പേഴ്സണലി ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് 2 മെട്രിക്സ് വെച്ചിട്ടാണ്. അതായത് എത്രത്തോളം ഇത് റീച്ച് ആവുന്നുണ്ട്, ഈ റീച്ച് ആവുന്നതിൽ എത്രത്തോളം നമ്മളെ റൈറ്റ് ഓഡിയൻസ് ഉണ്ട്, ഇതിന് എത്രത്തോളം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ 3 സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായി, അത് ഗ്രോത്ത് ആയി. അപ്പം അവിടെ ഇപ്പം ഒരു വീഡിയോ വൈറൽ ആവുന്നത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ആക്ച്വലി നമ്മളെ ആ വീഡിയോ ഇടുന്ന സമയത്ത് ആക്റ്റീവ് ആയിട്ടുള്ള നമ്മളെ ഫോളോവേഴ്സ് ആണ്. ഓക്കെ, ഈ ഫോളോവേഴ്സ് ഇത് കണ്ടിട്ട് എൻഗേജ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. അതായത് ആ എൻഗേജ്മെന്റ് റേറ്റ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ആ എൻഗേജ്മെന്റ് റേറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ തിങ് ക്രാക്ക് ചെയ്ത് അതായത് ഒരു 95% ക്രാക്ക് ആയി. ഓക്കെ, അപ്പം ആ എൻഗേജ്മെന്റ് റേറ്റിലാണ് വർക്ക് എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു വീഡിയോ ഇടുന്നു, നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് ഇത് കാണുന്നു. ഈ ആക്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ ടോട്ടൽ റീച്ച്, അതായത് ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകളുടെ ടോട്ടൽ ആ റീച്ച്, അത് ബൈ എന്താണ്
എൻഗേജ്മെന്റ് മെട്രിക്സ്, അതായത് ഇന്ററാക്ഷൻസ്, ലൈക്ക്, സേവ്, ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം ആ ഇന്ററാക്ഷൻ ബൈ ടോട്ടൽ റീച്ച് ആണ് എന്ത് എൻഗേജ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റു 100 അടിച്ചു കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് റേറ്റ് പെർസെന്റേജിൽ കിട്ടും. അപ്പം ആദ്യം ഫസ്റ്റ് സെറ്റ് ഓഡിയൻസിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ആക്റ്റീവ് ഫോളോവേഴ്സ് കാണുന്നു, അവരിതിൽ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നെക്സ്റ്റ് സെറ്റിലേക്ക് പോകുന്നു. അതായത് ഈ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഓഡിയൻസിന്റെ മ്യൂച്വൽ ഫോളോവേഴ്സിലേക്കാണ് സെറ്റ് 2 പോകുന്നത്. വിച്ച് ഇസ് സെറ്റ് 1 വെച്ച് നോക്കുന്ന സമയത്ത് സെറ്റ് 2 ഈസ് ലാർജ്. സെറ്റ് 2 വരെ ഈസിലി എന്താവും, കണ്ടന്റ് പോകും. അതുകൊണ്ടാണ് നമുക്ക് 1000 ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ആണെങ്കിൽ കൂടി 2000-3000 ഒക്കെ റീച്ച് കിട്ടുന്നത്. അതായത് ആ ആദ്യം കണ്ടിട്ടുള്ള 500 പേരുടെ മ്യൂച്വൽ ഫോളോവേഴ്സിലേക്ക് ഇത് പുഷ് ആവും. സെറ്റ് 3ലേക്ക് കയറുക എന്നുള്ളതാണ് അവിടെ ടാസ്ക്. ഇഫ് നമ്മൾ ആ സെറ്റ് 3 ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ മാക്സിമം എത്ര പോകാൻ പറ്റും അത്ര പോകും. ഓക്കെ, അപ്പൊ ഈ സെറ്റ് 3 ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സെയിം മെട്രിക് തന്നെയാണ്. എന്ത്, ആ സെറ്റ് 2ലുള്ള എൻഗേജ്മെന്റ് റേറ്റ് നോക്കും. സെറ്റ് 2ല് ഓഡിയൻസ് വൈഡാ, അപ്പം അവിടെ എൻഗേജ്മെന്റ് മെട്രിക്കും കൂടുതലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് റേറ്റ് കുറയും. സെറ്റ് 1ൽ ഓഡിയൻസ് വെരി ഷോർട്ടാ, ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാ, നമ്മൾ അറിയുന്ന ആളുകളാ, അവർ പെട്ടെന്ന് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ സെറ്റ് 1ൽ എൻഗേജ്മെന്റ് റേറ്റ് മേ ബി ഏകദേശം ഒരു 3 or 4 ഒക്കെ കിട്ടിയെന്ന് വരും. സെറ്റ് 2ലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായി, വീഡിയോ വൈറലായി. ഇതാണ് ആക്ച്വലി എങ്ങനെയാണ് ഒരു വീഡിയോ വൈറൽ ആവുന്നതിന്റെ വെരി ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും, നമ്മളെ കണ്ടന്റ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ സെറ്റ് 3നെ എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളതിലാണ്. ഓക്കെ, സെറ്റ് 3 എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളുടെ മ്യൂച്വൽ ഫോളോവേഴ്സ് ആണ്. മാത്രമല്ല ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ പുഷ് ചെയ്യുന്ന ക്രിയേറ്റീവ് പുഷ് ആവുന്നത് ഇവരുടെ സെയിം നീഷും കൂടി ഒരു പെർസെന്റേജ്, ഇത് കറക്റ്റ് പെർസെന്റേജ് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഈ ഫസ്റ്റ് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ഇവരുടെ മ്യൂച്വൽ ഫോളോവേഴ്സിലേക്കാണ് യൂഷ്വലി എന്താവല് ഈ കണ്ടന്റ് പുഷ് ആവല്. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കണ്ടന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് റിലേറ്റബിൾ ആവുക. അത് എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവണം, റിലേറ്റബിൾ ആവണം. അത് നവനീത് ഒരു വീഡിയോ ലൈക്ക് ചെയ്യണമെങ്കിൽ നവനീതിന് ആ വീഡിയോ ഇഷ്ടപ്പെടണം. ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റിലേറ്റബിൾ ആവണം, ഡയറക്ട്ലി റിലേറ്റബിൾ ആവണം. ഒരാളിൽ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് റിലേറ്റബിൾ ആവണം. അപ്പൊ റിലേറ്റബിൾ ആക്കുക, നമ്മളെ ഓഡിയൻസിന് ഇത് റിലേറ്റബിൾ ആക്കുക. ഇതാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി ഒരു സോഷ്യൽ മീഡിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലയന്റിനോട് ചോദിക്കും, നിങ്ങളെ കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് ആരാ, നിങ്ങൾ ഇത് ആരെടുത്താണ് ആക്ച്വലി ചെയ്യുന്നത്. അത് മേ ബി ചില ആളുകൾ ഭയങ്കര ബ്രീഫായിട്ട് വരുന്ന ആളുകളുണ്ട്. അതായത് നമുക്ക് ഇന്ന ബിസിനസ് ആണ് ഇത്ര ചെയ്യേണ്ടത്. അവിടെ നമ്മളെ സ്ട്രാറ്റജിസ്റ്റുകൾ ഇരുന്നിട്ട് എന്ത് ചെയ്യും, സെഗ്മെന്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ശരിക്കും ഇവരുടെ അടുത്താണ് ഇത് ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇത്ര സെയിൽസ് ഉണ്ടാവും, ഇവരുടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇത്ര ഗ്രോത്ത് ഉണ്ടാവും. അത് നമ്മളെ ബ്രാൻഡ് കൺസൾട്ടന്റ് ടീംസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഓഡിയൻസ് സെറ്റ് നമ്മളെ കയ്യിലുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 3 month ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഓഡിയൻസ് നമ്മൾ പ്രൈമറി ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് ആര്, സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ മെറ്റന്റെ ഒക്കെ പ്ലാറ്റ്ഫോം മെറ്റാസ്യൂട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആക്ച്വലി ഏത് ഓഡിയൻസിന്റെ അടുത്താണ് ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്, ഇത് രണ്ടും കിട്ടും. ഇത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കും. ഇഫ് ദിസ് ഇസ് ആക്യുറേറ്റ്, കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പേജ് ഗ്രോ ചെയ്യുന്നുണ്ട്, ഓഡിയൻസിന്റെ സൈഡിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം ഈ എൻഗേജ്മെന്റ് റേറ്റ് അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ ക്രാക്ഡ് ആണെന്നുണ്ടെങ്കിൽ 15 വീഡിയോ ഇട്ടുണ്ടെങ്കിൽ 10 വൈറലായിട്ടുണ്ടാവും. അതായത് നമ്മളെ കറക്റ്റ് ഓഡിയൻസ് എത്രയാണോ അതിന്റെ ഡബിളോ ത്രിബിളോ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിലേക്കുള്ള റീച്ചും കാര്യങ്ങൾ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് മെട്രിക്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പം അതാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു മെട്രിക് ആയിട്ട് എടുക്കേണ്ടത്. ഒരാളെ പേജ് ഗ്രോ ആവുന്നുള്ളത്, അതായത് ഓഡിയൻസ് റൈറ്റ് ഓഡിയൻസിലേക്ക് ഇത് എത്തുന്നുണ്ടോ എന്നുള്ളത്. 2, എൻഗേജ്മെന്റ് റേറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതായത് എൻഗേജ്മെന്റ് റേറ്റ് ഹൈ ആക്കുന്നതിനനുസരിച്ചാണ് ഇത് റൈറ്റ് ഓഡിയൻസിലേക്ക് എത്താം. എൻഗേജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസിലേക്കാണ് ഇത് പുഷ് ആവുക. ആൻഡ് ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക നിങ്ങളെ കണ്ടന്റിന്റെ അകത്തൂടെ. യെസ്, സോ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേഷൻ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഈസ് കണ്ടന്റ് മാർക്കറ്റിംഗ്. ഓക്കെ, ഓർഗാനിക്കലി കണ്ടന്റ് മാർക്കറ്റ് ചെയ്യാന്നുള്ള നമ്മൾ പെയ്ഡ് ചെയ്യുന്നുണ്ടില്ല എന്നുള്ളതല്ല. അതായത് ബ്രാൻഡ് അവയർനെസിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെയ്ഡ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എന്താ പറയുക, ഒരു മോർ ഫോക്കസ്ഡ് ഇൻ കണ്ടന്റ് മാർക്കറ്റിംഗ്. അതായത് നമുക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതായത് ടു ബി ഫ്രാങ്ക്, ഐ ഹാവ് 4 members ലൈക്ക് ഒരു സൈക്കോളജിയിൽ ഗ്രാജുവേഷനുള്ള 4 ആളുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് അവിടെ പ്യുവർ സൈക്കോളജി വർക്ക് ആവുന്നത്. സോ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരെ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ബ്രാൻഡ് ഓർ ബിസിനസ്സിൽ വർക്ക് ചെയ്യാനാണ് ഉമേറിന് പേഴ്സണലി ഇഷ്ടം? അതായത് ഉമേറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു ബ്രാൻഡ് എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് സ്കെയിലബിൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചെയ്തിട്ട് കാര്യമുണ്ട്, അവർക്ക് അതിനുള്ള റിസൾട്ട് കൊടുക്കാൻ കോൺഫിഡന്റ് ആണ്, അല്ലെങ്കിൽ ദിസ് ഈസ് സംതിങ് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. സോ എങ്ങനെയൊക്കെയാണ് ആ ഒരു ഏരിയാസ്? നമ്മൾ ആക്ച്വലി മോർ ഫോക്കസ്ഡ് ഇൻ, ഇപ്പം നമ്മളെ പോർട്ട്ഫോളിയോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ FMB, ഫുഡ് ആൻഡ് ബിവറേജ് സെഷൻ ഈസിലി ക്രാക്കബിൾ ആണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ആൻഡ് ബിവറേജിൽ നമുക്ക് ഭയങ്കര റിച്ച് പോർട്ട്ഫോളിയോ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫുഡ് ആൻഡ് ബിവറേജിൽ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള മേ ബി അത് ആ ടീമിനെ ക്രിയേറ്റ് ചെയ്ത പാർട്ടാവും വൺ തിങ്. രണ്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ കണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് അത് നമ്മൾ ആളെ കൊണ്ട് കാണിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം അവിടെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് ഒരു മെജോറിറ്റി ഓഫ് ആളുകൾ ഒരു 65% ഓഫ് ആളുകളുടെ ഇഷ്ടങ്ങൾ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പം അത് വരുന്നത് ആക്ച്വലി സാറ്റിസ്ഫൈങ് വീഡിയോസിലാണ്. ഇപ്പം നവനീത് തന്നെ രാത്രി ഇരുന്ന് 2 മണിക്ക് ശേഷം കാണുന്ന വീഡിയോസ് എന്താന്നുള്ളത്, അതായത് നമ്മൾ ഭയങ്കര ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതായത് ഇൻസ്റ്റഗ്രാം ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ കണ്ടന്റ് എക്സ്പ്ലോറിൽ ഇങ്ങനെ കണ്ടന്റ് പുഷ് ചെയ്യുക, ആളുകൾ അവിടുന്ന് എന്ത് ചെയ്യരുത്, എണീറ്റ് പോവരുത്. അപ്പം ആ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ആക്ച്വലി വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ബാരിയർ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുഡ് ആൻഡ് ബിവറേജ് ഒന്ന് അങ്ങനെ ഭയങ്കര ഈസിലി ചെയ്യാൻ പറ്റുന്ന സംഭവം. അവിടെ നമ്മൾ ഫുഡ് ആൻഡ് ബിവറേജ് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര റീച്ചാണ്. ഫുഡ് ആൻഡ് ബിവറേജ് നമ്മൾ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഫുഡിന്റെ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, ഫുഡിൽ വരുന്ന ട്രെൻഡ്സ് ആയിക്കോട്ടെ, അവിടെ നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല, ഭയങ്കര ഈസിലി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ FMCG നമ്മൾ ഭയങ്കരമായിട്ട് ക്രാക്ക് ഇട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡിറ്റർജന്റ് ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ഫ്രീഡം ഭയങ്കര, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യെസ്, ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുക്കുക. അവിടെ ആളുകളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനാരിയോസ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ആ സിനാരിയോ സ്ക്രിപ്റ്റ്സ് കൊണ്ടുവരിക. അപ്പൊ ആളുകൾ ഇതിങ്ങനെ കണ്ടിരിക്കും, അതിന്റെ ഉള്ളിലൂടെ പ്രോഡക്റ്റിന് പ്ലേസ് ചെയ്യുക. ഇതാണ് ആക്ച്വലി FMCG കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഡിസൈനിൽ വരുന്ന മാനിപ്പുലേഷൻസ് കാര്യങ്ങൾ അവിടെ നമുക്ക് ഭയങ്കരമായിട്ട് മൊബൈൽ മാർക്കറ്റിംഗ് വെരി ഈസിലി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കൊരു ഡെന്റൽ ബ്രാൻഡ് ഉണ്ട്. ഡെന്റൽ ബ്രാൻഡിൽ നമ്മൾ ചെയ്യുന്നതിലേക്ക് അത് ഈവൻ എനിക്ക് തോന്നുന്നു ഒരു 5 months എങ്ങാനും 25K എങ്ങാനും നമ്മൾ പെട്ടെന്ന് ജമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതവിടെ ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ആയിട്ടുള്ള മൊബൈൽ മാർക്കറ്റിംഗ്. അത് നമ്മളവിടെ മൊബൈൽ മാർക്കറ്റിംഗ് റെഗുലർലി പുഷ് ചെയ്യാറുണ്ടായിരുന്നു. ഈവൻ ദോ ഇപ്പം മൂവി റിലീസ് ചെയ്തതിന്റെ പിന്നാലെ നമ്മളൊരു വീഡിയോ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നമുക്ക് അത്രയും ഫ്രീഡംസ് കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഫ്രീഡം ഉള്ള, അതായത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മളെ ക്രിയേറ്റീവ് ഫ്രീഡം അല്ലെങ്കിൽ ടീമിന്റെ ക്രിയേറ്റീവ് ഫ്രീഡം ഇങ്ങനെ എറിയാൻ പറ്റുന്ന ക്ലയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ നീഷ് ഏതാണോ ആ നീഷിലാണ് വർക്ക് ചെയ്യാൻ ഇഷ്ടം. ബട്ട് സ്റ്റിൽ നമ്മൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്, ബിസിനസ് സെറ്റപ്പ് നമ്മൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ബിസിനസ് സെറ്റപ്പ് ക്ലയൻസ്. അതായത് B2B നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ബ്രാൻഡിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവൻ ദോ പേഴ്സണൽ ബ്രാൻഡിംഗിൽ ഇപ്പം എല്ലാവരും കൊടുക്കുന്നുണ്ടോ നമുക്ക് അറിയില്ല, അന്വേഷിച്ച സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടോന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് പേഴ്സണൽ ബ്രാൻഡിംഗിൽ നമ്മളെ റൈറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഗോസ്റ്റ് റൈറ്റിംഗ് ആണല്ലോ കംപ്ലീറ്റ്. അപ്പം മുന്നേ നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു പേഴ്സണൽ ബ്രാൻഡിംഗിൽ. ഈ CEO ആയിട്ടുള്ള ആളുകളൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനീന്റെ ഏറ്റവും ടോപ്പ് CCO ആളുകളാണ് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിംഗ് യൂഷ്വലി ചെയ്യാറ്. ഒരു അവൈലബിലിറ്റി ഈസ് വെരി ഭയങ്കര പ്രോബ്ലമാണ്. നമ്മൾ യൂഷ്വലി ഒരു ക്ലയന്റിനെ ഓൺബോർഡ് ചെയ്യുന്ന പോലെ വീക്ക്ലി 2 മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അവരെ കിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ റൈറ്റേഴ്സ് അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റൈറ്റർ ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പം അവരെന്താ ചെയ്യുക വെച്ചാൽ ഇവരുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോകും. ഒന്നെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ട് മന്ത്ലി 1-2 മീറ്റിംഗ് എടുക്കും. ഫസ്റ്റത്തെ മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള, അതായത് കഴിഞ്ഞ മന്ത് എന്തൊക്കെ മീറ്റിംഗ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, അപ്കമിംഗ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്, വീട്ടിൽ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ പക്ക കാഷ്വൽ ടോക്ക്, ഒരു 1 hour വെറുതെ ഇരുന്ന് സംസാരിക്കുക ചെയ്യുക. ആ സംസാരമായിട്ട് വന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും, ഒരു മാസത്തേക്കുള്ള കണ്ടന്റ് ചെയ്തു. പിറ്റത്തെ മീറ്റിംഗിൽ പോകുന്ന സമയത്ത് ഈ കണ്ടന്റിന്റെ അപ്രൂവൽസ് ആയിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ഒപ്പം തന്നെ ആ മാസം ആ ടൈം പീരീഡിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതായിരിക്കും സംസാരിക്കും. അതായത് പക്ക കാഷ്വൽ ടോക്ക്. ആ കാഷ്വൽ ടോക്കിന്ന് ആളെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ആളെ അംബിഷൻസും അല്ലെങ്കിൽ ആളെ വിഷൻസും മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ട് കണ്ടറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ചെയ്യുന്നത്. അത് ഈസിലി ചെയ്യുന്ന ഒരു ടീം നമുക്കുണ്ട്. അപ്പം അത് നമ്മളിപ്പോ ഇനി സ്കെയിൽ ചെയ്യാൻ പോവാണ്. അതായത് അതിലേക്ക് കുറച്ചും കൂടി ടീമിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് തന്നെ FMB പോലെ നമുക്ക് കുറച്ചും കൂടി പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അതേപോലെ അതിൽ തന്നെ ഫസ്റ്റ് സെഷനിൽ ഇപ്പൊ നമ്മൾ റീസെന്റ് ഓൺബോർഡ് ചെയ്തൊരു ക്ലയന്റിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത് വെച്ചാൽ 3 റൈറ്റേഴ്സ് ഇരുന്നിട്ടുണ്ട്. അത് ആദ്യം ഒരു റൈറ്റർ ഇരിക്കും. ഈ റൈറ്ററുമായിട്ട് ഇയാൾ സിങ്ക് ആവണം. അതായത് ഇയാൾക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസി ആവണം. അപ്പം ആദ്യത്തെ സമയത്തൊക്കെ ഈ റൈറ്റർ എനിക്ക് വർക്ക്ഔട്ട് ആവുന്നില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല, നെക്സ്റ്റ് റൈറ്റർ കൊടുത്തു, അങ്ങനെ 3ാമത്തെ റൈറ്ററിലാണ് ഈ CEO ഓക്കെ ആയത്. ഇപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതൊരു മെത്തേഡാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ലൈക്ക് നീഷ് ഏതാണോ ആ നീഷിൽ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത്. അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ നീഷാണ് ആക്ച്വലി നമ്മൾ സോഷ്യൽ മീഡിയ ടാർഗറ്റ് ചെയ്യുന്ന നീഷ്. അതില് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ബ്രാൻഡുകളും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വെരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറെ റൂൾസ്. ഈ റൂൾസ് ആണ് ഒരുപക്ഷെ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആസ്പെക്ട് സംസാരിക്കുന്ന സമയത്ത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഈ സ്ട്രിക്റ്റ് റൂൾസ് വെക്കുന്നത് സോഷ്യൽ മീഡിയ ഗ്രോത്തിനെ നല്ല രീതിയിൽ ബാധിക്കാറ്, അല്ലെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്യുന്ന ഏജൻസിനെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്, ഈ ക്രിയേറ്റീവ് ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട്. അതിലുള്ള ഉമേറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? അതായത് ഒരു ഈവൻ ഒരു കോർപ്പറേറ്റ് ബ്രാൻഡ് ആണെങ്കിൽ കൂടെ അവര്
എങ്ങനെയാണ് ആ ഒരു സോഷ്യൽ മീഡിയയെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചെയ്യുന്ന ആൾക്കാരെ ക്രിയേറ്റീവ് പീപ്പിളിനെ കൺസിഡർ ചെയ്തിട്ട് ഇത് ബാലൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് എൻഷുർ ചെയ്യുന്നത്? ഇത് ആക്ച്വലി ബ്രാൻഡ് ഗൈഡ്ലൈൻ വേണം, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ബ്രാൻഡ് പെർസ്പെക്റ്റീവ്, ബ്രാൻഡ് വിഷൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഇമേജ് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ക്രിയേറ്റ് ചെയ്ത് വെക്കണം. പക്ഷെ ഇപ്പൊ ഒരു അനുഭവം ഉണ്ട്. റീസൺലി നമ്മളൊരു ക്ലയന്റ് ഓഫ് ബോർഡായി. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡ് ഗൈഡിൽ അല്ലെങ്കിൽ അവരെ മാർക്കറ്റിംഗ് ടീം ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡ് ഗൈഡിൽ ദർ ഈസ് എ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് #, ഓൾ ടെക്സ്റ്റും കൊടുക്കണം. നമ്മൾ ചെയ്യാറില്ല. അത് 2022 21 യെസ്, അതായത് ഓൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ #, എന്ന് പറയുന്നത് #, ഇസ് നോട്ട് വർക്കിംഗ്. #, വേണ്ട. അത് അങ്ങനെ തന്നെ ഇൻസ്റ്റാഗ്രാമിനെ പബ്ലിക്കലി പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷെ ആ ഒരു റീസൺ നമ്മൾ ചെയ്ത സമയത്ത് ഈ ക്ലയന്റ് ഓഫ് ബോർഡായി. സീരിയസ്ലി ഈ ക്ലയന്റ് ഓഫ് ബോർഡായി. അപ്പം അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ഏതൊരു ക്ലയന്റ് നമ്മുടെ അടുത്തേക്ക് ഓൺ ബോർഡ് ആവുന്ന സമയത്ത് പ്രീ ഓൺ ബോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് നമുക്ക്. ആ മീറ്റിംഗിൽ നമ്മൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഓൺ ബോർഡ് ആയി കഴിഞ്ഞാൽ വിത്തിൻ 50 days ഞങ്ങൾ പുതിയ ബ്രാൻഡ് ബുക്ക് ഉണ്ടാക്കും. ഇതൊരിക്കലും നിങ്ങളെ ബ്രാൻഡിനെ അയച്ചു പണിയല്ല ചെയ്യുന്നത്. അതായത് മേ ബി നിങ്ങളെ ബ്രാൻഡിങ് ചെയ്തിട്ടുള്ളത് ഇന്നായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ 5 വർഷം മുന്നേ ചെയ്ത ബ്രാൻഡിങ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയ അല്ല നാളെ കാണുന്നത്. ഓക്കെ, അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഈവൻ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, സ്നാപ്ചാറ്റ് ആയിക്കോട്ടെ, ടിക്ടോക്ക് ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും ഇന്നുള്ളതല്ല നാളെ. അതവിടെ ട്രെൻഡ് കണ്ടന്റ് വൈസിൽ മാറുന്നുണ്ട്, അതിന്റെ ലുക്ക് വൈസിൽ മാറുന്നുണ്ട്, UI ആയിക്കോട്ടെ, UX ആയിക്കോട്ടെ, കംപ്ലീറ്റ് ചേഞ്ചസ് വരുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈനും അതിനനുസരിച്ച് മാറണം. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ ക്ലയന്റ് വന്നതിന് ആദ്യം ചെയ്യൽ ഡിസൈൻ ടീം ഇരുന്നിട്ട് ക്രിയേറ്റ് സോഷ്യൽ മീഡിയ ബ്രാൻഡ് ബുക്ക് അല്ല, സോഷ്യൽ മീഡിയ ബ്രാൻഡ് ബുക്ക്. അതായത് സ്നാപ്ചാറ്റ് എടുക്കുക, ഇൻസ്റ്റാഗ്രാം എടുക്കുക, ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് 15 സെക്കൻഡ് ടൈം ഉണ്ട്. അത് ഷോർട്ട് ടൈം വീഡിയോസ് ആണ് അവിടെ വർക്ക് ആവും, 15 താഴെ പോകേണ്ടത്. ബട്ട് സ്റ്റിൽ 15 സെക്കൻഡ് ടൈം നമുക്കൊരു വീഡിയോ കാണിക്കാൻ. സ്നാപ്ചാറ്റിലോ വെരി ലെസ് ടൈമാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് 15 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്താൽ മതി, കൺവേ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ അലൈൻമെന്റ് ഒക്കെ എസ്തെറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി കൊടുത്തു കഴിഞ്ഞാലും 15 സെക്കൻഡിനുള്ളിൽ എവിടെയെങ്കിലും ഒന്ന് ആളുകൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ കൺവേ ചെയ്താൽ മതി. സ്നാപ്ചാറ്റിൽ ആകെ 3-4 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യണം, മാറ്റർ ആളോട് പറയണം. അപ്പൊ മേ ബി അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫോണിന്റെ സൈസ് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഫോൺ വേഴ്സസ് ഇമേജിന്റെ റേഷ്യോ മാറ്റേണ്ടി വരും, കളേഴ്സിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടി വരും, പുതിയൊരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം ബ്രൈറ്റ് അതേപോലെ തന്നെ ഡാർക്ക്, ഈ 2 തീമിലാണ് വർക്ക് ചെയ്യുന്നത്. മേ ബി നമ്മളെ ബ്രാൻഡ് കളർ ഈ ബ്രൈറ്റിലും അല്ലെങ്കിൽ വൈറ്റ് ഒരു ഇന്റർഫേസിൽ മേ ബി നമ്മളെ ബ്രാൻഡ് കളർ രസം ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഇന്റർഫേസിൽ നമ്മളെ ബ്രാൻഡ് കളർ രസം ഉണ്ടാവില്ല. അപ്പൊ മേ ബി നമ്മൾ മൂന്നാമത്തെ ഒരു സെക്കൻഡറി കളറായിട്ടോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കളറായിട്ട് നമ്മൾ മേ ബി ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് ഷുഡ് ബി ദർ. അതൊന്ന്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബ്രാൻഡ്സ് ഉണ്ട് ട്രെൻഡിലൊന്നും ജമ്പ് ചെയ്യാത്ത. ശരിയാണ്, ട്രെൻഡിൽ അങ്ങനെ കണ്ട ട്രെൻഡിൽ മൊത്തത്തിൽ കയറി ജമ്പ് ചെയ്യാൻ പാടില്ല. ബട്ട് സ്റ്റിൽ ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഈ ഇൻസ്റ്റാഗ്രാമിന്റെ പുതിയ റേഷ്യോ ഉണ്ടല്ലോ, അതായത് 5:1 വരുന്ന ലെങ്ത് ഉള്ള റേഷ്യോ. ആ റേഷ്യോ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്, അതിൽ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈവൻ ഈ ജെമിനിന്റെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നല്ലോ മുന്നേ, ഗിബ്ലി അപ്പം ആ സമയത്തൊക്കെ അതിൽ 2 അഭിപ്രായം ഉണ്ട്. ബട്ട് സ്റ്റിൽ ആസ് എ സോഷ്യൽ മീഡിയ മാർക്കറ്റർ അതിലേക്ക് ഞാൻ ഏതൊക്കെ ബ്രാൻഡ്സിന് ജമ്പ് ചെയ്തിട്ടുണ്ടോ, ഒരു 5 to 10x എന്ത് ചെയ്തിട്ടുണ്ട്, യൂഷ്വലി കിട്ടുന്ന റീച്ചിൽ നിന്ന് ഒരു 5 to 10x റീച്ച് അവിടെ കിട്ടിയിട്ടുണ്ട്. യെസ്, അത് ഓട്ടോമാറ്റിക്കലി പുഷ് ചെയ്യും. അങ്ങനെ ഒരു സാധനം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം നമ്മൾ ബ്രാൻഡ് പോകും. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താ ചെയ്യുന്നത്, എന്തിനാ ചെയ്യുന്നത്, ബ്രാൻഡ് അവയർനെസ്സിന്. നമുക്ക് ഈ സാധനം ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് അവയർനെസ് കിട്ടുന്നുണ്ട്. ഇത് നമ്മളെ ബ്രാൻഡിന്റെ വിഷനുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം അത് നമ്മൾ ചെയ്യാണ്ടിരിക്കാം. അത് മാത്രമായിരിക്കണം അവിടെ വരുന്ന എന്ത് റിസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞത്. അതല്ലാണ്ടുള്ള റിസ്ട്രിക്ഷൻസ് വരുന്ന സമയത്ത് അത് നമ്മൾ സോഷ്യൽ മീഡിയ മാനേജിങ് ആയി, അവിടെ നമുക്ക് മാർക്കറ്റിംഗ് ഉള്ള ടേം ഉപയോഗിക്കാൻ പറ്റില്ല. സോ നമ്മൾ വെൽക്കം ചെയ്യുന്നത് അങ്ങനത്തെ ക്ലയൻസിനാണ്, അല്ലെങ്കിൽ അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ക്രിയേറ്റീവ് ഫ്രീഡം അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അങ്ങനെ നമ്മൾ ആ പാർട്ടിൽ നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും വലിയ ടീമിനെ വെച്ചിട്ട് അതിലേക്ക് ഇരുത്തുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവൻ ഈ സൈക്കോളജിസ്റ്റിലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ എന്ത് ചെയ്യാനാണ്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡ്സിനെ. അപ്പം ആ ഒരു പാർട്ട് നമ്മളെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ക്ലയൻസിനെയാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് ആക്ച്വലി. അപ്പം അതാണ് ആ ഒരു ഏരിയയിൽ എന്റെ കമന്റ്. അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഏജൻസികൾ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഉമേർ പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് സോഷ്യൽ മീഡിയ മാനേജിങ് അല്ല, അല്ലെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ഉണ്ടാക്കിയിട്ടല്ല, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ ഒരു കംപ്ലീറ്റ് ടെക്, AI, മാർക്കറ്റിംഗ്, കോണ്ടന്റ്, ഈ ഒരു കംപ്ലീറ്റ് മിക്സിനെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ബ്രാൻഡിനെ ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? നമ്മൾ ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ടതായിരുന്നു, നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് 2 പാർട്ടായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട്
ഞാൻ കുറച്ചും കൂടി ടെക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്, കുറച്ചും കൂടി ടെക്കിൽ കുറച്ചും കൂടി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വേറെ ലീഡ്സ് ഉണ്ട്. അപ്പം അവിടെ ഞാൻ ഈവൻ ദോ ടീം ലീഡ്സ് ആയിക്കോട്ടെ, വരുന്ന നമ്മൾ ഹയർ ചെയ്യുന്ന ടാലൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളെ ട്രെയിനിങ് ആയിക്കോട്ടെ, ഇതിലെല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു റേഷ്യോ ഉണ്ട്. പകുതി ടീം ടെക്കിൽ ഓറിയന്റഡ് ആണെന്നുണ്ടെങ്കിൽ പകുതി ടീം ക്രിയേറ്റീവ് ഓറിയന്റഡ് ആയിരിക്കും. അപ്പം ഇതിനെങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളതാണ് ആക്ച്വലി അത്. ഐ വാസ് എ റൈറ്റർ ഓൾസോ, ഇവിടെ ടെക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും നമ്മളുടെ ടീം തന്നെയാണ്. അപ്പം ആ ഒരു മിക്സിങ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം സോഷ്യൽ മീഡിയന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളെ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്താ വെച്ചാൽ വ്യാ കുറച്ചും കൂടി എന്താ പറയുക, ഒരു ടെക് ഫ്രണ്ട്ലി സോഷ്യൽ മീഡിയ എന്നുള്ളത്. കാരണം ഫ്യൂച്ചർ ഈസ് ടെക്, അതിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എഐയും അതേപോലെ കാര്യങ്ങൾ തന്നെയാണ് എന്ത് ഫ്യൂച്ചർ. അപ്പം ആ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തില്ല, സോഷ്യൽ മീഡിയയിൽ മേ ബി ഗ്രോത്ത് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ തന്നെ ഒരുപാട് സർവീസസ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ബിൽഡിങ് ചാറ്റ് ബോട്ട്സ്, എഐ ഇന്റഗ്രേറ്റഡ് ചാറ്റ് ബോട്ട്സ്. അതേപോലെ ഈവൻ ദോ ഈ അടുത്ത് നമ്മൾ ഒരു ഡെന്റൽ ക്ലിനിക്കിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ട്, അതായത് എഐ ഡെന്റിസ്റ്റ്. നമ്മൾ ആക്ച്വലി റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എഐ ആയിട്ടുള്ള ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഓഫീസിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള അങ്ങനെ സാറാ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബോട്ടിനെ ക്രിയേറ്റ് ചെയ്ത് ഇവിടുത്തെ പുതിയ എംപ്ലോയി എന്നുള്ള രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ചിത്രീകരിച്ച് എന്നിട്ട് ആളുകളോട് ചാറ്റ് ചെയ്തു. അതിന് ആളുകൾ എങ്ങനെ ചാറ്റ് ചെയ്യുന്നത്, ഇമോഷൻസ് കാര്യങ്ങൾ ലേൺ ചെയ്യിപ്പിച്ചു. ഈ ലേൺ ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് എഐ ആയിട്ട് ആളുകൾ ചാറ്റ് ചെയ്യുന്നത്, എവിടെയൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റഡി അബ്രോഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചാറ്റ് ബോർഡ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ സംഭവിച്ചാൽ കേസ് സ്റ്റഡി ഇങ്ങനെ വരുന്നത്, അതായത് സ്റ്റഡി അബ്രോഡ് ക്ലയന്റ് ഇവർക്കും തോന്നുന്നു ആ ടൈമിൽ ഒരു 55K അങ്ങനെ എന്തോ ഫോളോവേഴ്സ് ഉണ്ട്, 40K അങ്ങനെ എന്തോ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ്. അപ്പം 40 തോന്നുന്നുണ്ട്. അപ്പം 40K ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് പ്ലസ് അത്യാവശ്യം കണ്ടന്റ് പോകുന്ന പേജിൽ നല്ല മെസ്സേജ് വരും, 35 മെസ്സേജ് വരും. ഇതൊക്കെ വരുന്ന രാത്രിയാണ്, ഭൂരിഭാഗം മെസ്സേജ് വരും രാത്രിയാണ്. സ്റ്റഡി അബ്രോഡ് ആണ്, ആളുകൾ എനിക്കറിയില്ല അത് ഭാവിനെ കുറിച്ച് രാത്രി തിങ്ക് ചെയ്യുന്നോണ്ടാണെന്ന് അറിയില്ല. 2 മണിക്ക് ശേഷമാണ് മോസ്റ്റ്ലി മെസ്സേജ് വരുന്നത്, ഫണ്ണല്ല സീരിയസ്ലി. അപ്പോൾ അത് നമ്മളൊരു അനലിറ്റിക്സ് ആയിരുന്നു. അപ്പൊ കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെ ചെയ്യാൻ, അത് അങ്ങനെ നോക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ആ സമയത്ത് റിപ്ലൈ കൊടുക്കാത്തതിന്റെ പേരിൽ കുറെ ലീഡ്സ് നമുക്ക് മിസ് ആയിട്ടുണ്ട്. അതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രോബ്ലം, ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന പ്രോബ്ലം. ഈ 40Kയും അതേപോലെ ഇത്രയും മെസ്സേജും ക്രിയേറ്റ് ചെയ്തത് നമ്മൾ ഓർഗാനിക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് കണ്ടന്റ് വെച്ചിട്ടാണ്. ബട്ട് സ്റ്റിൽ ഈ വരുന്ന ലീഡ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അവിടെ ആ രാത്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിപ്ലൈ കൊടുക്കാൻ കഴിയില്ല. ഒരാളവിടെ നൈറ്റ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റില്ല. മാത്രമല്ല പല കൺട്രീസാണ്, 15 കൺട്രീസിൽ ഞാൻ സർവീസ് ചെയ്യുന്നുണ്ട് വരും. അപ്പൊ 15 കൺട്രീസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല കൗൺസിലേഴ്സ് ആണ് ഇത് എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. നമ്മൾ ആദ്യം അവിടെ എന്ത് ചെയ്തു, ഇവർക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തു. അത് വെരി ബേസിക് ഓട്ടോമേഷൻ ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് ഓക്കെ എന്താവുന്നുണ്ട്, ഇവര് മോർണിംഗ് കോൾ ചെയ്യുന്ന സമയത്തുള്ള റെസ്പോൺസ് കാര്യങ്ങളുണ്ട്. കാരണം ഇവർ ഒരേ ടൈമിൽ 2-3 ആൾക്ക് മെസ്സേജ് അയക്കും, 2-3 ഏജൻസിയിലേക്ക് മെസ്സേജ് അയക്കും. അപ്പം അത് ആദ്യം നമ്മൾ ചെയ്തു. രണ്ടാമത് നമ്മൾ ഈ ഓഡിയൻസിനെ പഠിച്ചുകൊണ്ട് രാത്രി ആളുകൾ ചാറ്റ് ചെയ്യുന്ന ടോൺ ഉണ്ട്, അവർക്ക് റിപ്ലൈ കൊടുക്കേണ്ട ടോൺ ഉണ്ട്, ഇതെല്ലാം പഠിപ്പിച്ചിട്ട്, അതായത് ഇതെല്ലാം കസ്റ്റംലി ടൈപ്പ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്ത് ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്തിട്ട് ഒരു AI ചാറ്റ് ബോർഡ് നമ്മളോട് പ്ലഗ് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം UK പോകണം, എത്ര പൈസ ആവും. അപ്പം അവിടെ നമുക്കൊരു സ്പെസിഫിക് എമൗണ്ട് ഒന്നും പറയാൻ പറ്റില്ല, അത് ആളുകളുടെ സ്പെൻഡ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുണ്ട്, അതേപോലെ ഒരു ഇൻട്രസ്റ്റ് കോഴ്സിനനുസരിച്ചുണ്ട്, ഇങ്ങനെയൊക്കെ മാറും. അപ്പം ഇങ്ങനെയുള്ള ഡാറ്റ അത് ആളുകൾ റിപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ ചോദിച്ച് മനസ്സിലാക്കി ഇത് ബാക്ക് എൻഡിൽ വരെ CRM ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരെ ചാറ്റ് കണ്ടിന്യൂ, കോൺവെർസേഷൻ ഇങ്ങനെ കൊണ്ടുപോകും. ഇപ്പൊ ഈ കോൺവെർസേഷൻ കൊണ്ടുപോകുന്നതിലും കുറെ സൈക്കോളജീസ് ഉണ്ട്. ബേസിക്കലി നമ്മൾ കീപ്പ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ രണ്ട് മെസ്സേജ് ആയിരിക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 2 മെസ്സേജ് റിപ്ലൈ കൊടുക്കും. ഇതൊരു ബേസിക് സ്ട്രാറ്റജിയാണ്. അതായത് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് 2 മെസ്സേജ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ചാറ്റ് ഓപ്പൺ ചെയ്യാണ്ട് റീഡ് ചെയ്യാൻ പറ്റില്ല. ആൾക്ക് ഒരു ചെറിയ സൈക്കോളജി ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ മോശമാവില്ലേ. ബേസിക്കാ ഇങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ AI പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ചാറ്റ് ബോട്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒന്നാൾ ചോദിച്ചതിനുള്ള ആൻസർ ആയിരിക്കും, രണ്ടാമത്തെ മെസ്സേജ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആയിരിക്കും. ഇങ്ങനെയുള്ള ഇതൊരു എക്സാമ്പിളാണ്. ഇങ്ങനെയുള്ള ഏകദേശം ഒരു 10-20 സ്ട്രാറ്റജീസ്, കോൺവെർസേഷൻ സ്ട്രാറ്റജീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സൈക്കോളജിയിൽ കുറച്ചും കൂടി വർക്ക്ഔട്ട് ചെയ്യാനുള്ള റീസൺ അതാണ്. അപ്പം അങ്ങനെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ട്രെയിൻ ചെയ്തിട്ടായിരുന്നു നമ്മൾ ചാറ്റ് ബോട്ടിനെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബിൽഡ് ചെയ്തതുകൊണ്ട് തന്നെ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ റിഫ്ലക്ട് ചെയ്യും. ഈ ഡാറ്റ വെച്ചിട്ട് മോർണിംഗും ഡാഷ്ബോർഡ് കൊടുക്കുന്ന സമയത്ത് ഈ സെയിൽസിന്റെ കോർഡിനേറ്റർക്ക് എന്തുണ്ട്, ആൾ എന്തൊക്കെ ചാറ്റ് ചെയ്തു, ഇതിന്റെ ഒരു സമ്മറി ഉണ്ട്. AI ആണല്ലോ, കംപ്ലീറ്റ് ചാറ്റ് സമ്മറൈസ് ചെയ്ത് കൊടുക്കും. ഇന്നതാണ് ആൾ ചോദിച്ചിട്ടുള്ളത്, ഇന്ന ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, അയാളെ പ്രോബ്ലം ഇതാണ്, ഇന്നതാണുള്ള കംപ്ലീറ്റ് സമ്മറി കിട്ടുന്നുണ്ട്. യെസ്, ഈ സമ്മറി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏത് രാജ്യമാണ്, ഏത് യൂണിവേഴ്സിറ്റിനെ പറ്റി എൻക്വയറി ചെയ്തിട്ടുള്ളത്, ഈ സമ്മറി വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. വെരി ഈസിലി ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു ടാഗ് വന്നിട്ടുണ്ടായിരുന്നു, റിപ്ലൈസ് ഇൻസ്റ്റന്റ്ലി എന്ന് പറഞ്ഞിട്ട്. അത് ഇൻസ്റ്റാഗ്രാമിനെ കൊടുത്തിട്ടുള്ളതാണ്. അതൊന്നാമത്തെ കാര്യം. അതിൻ്റെ ഒപ്പം തന്നെ
എൻഗേജ്മെന്റ് റേറ്റ് ഹൈ ആയി, കാരണം എൻഗേജ്മെന്റ് ആണ് കൂടുന്നത്, ഓവറോൾ അക്കൗണ്ടിന്റെ എൻഗേജ്മെന്റ് റേറ്റ് ഹൈ ആയി. ഈ പേജിന് വെറുതെ പുഷ് ചെയ്ത് തുടങ്ങി. അവിടെ നമ്മൾ ബൂസ്റ്റിംഗ് പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആഡ്സ് റൺ ചെയ്ത് അവയർനെസ് ആഡ്സ് നമുക്ക് കണ്ടന്റിൽ റൺ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഓർഗാനിക് റീച്ച് വരാൻ തുടങ്ങി, ആളുകൾ എൻഗേജ് ചെയ്യുന്നുണ്ട്, ഭയങ്കര എൻഗേജ്മെന്റ്. 30-40 മെസ്സേജ് വന്ന സ്ഥലത്ത് ഒരു ദിവസം 1000 മെസ്സേജ് വന്നിട്ട് ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ആയ സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വന്ന ക്ലയന്റ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവര് ഈ മെസ്സേജ് അയക്കുന്ന ആളുകൾ ഫോളോ അപ്പ് ചെയ്തിട്ട് ആള് മെസ്സേജ് അയച്ചൊരു സ്ക്രീൻഷോട്ട് ഉണ്ട്, ഷോ ചെയ്യാം. 1000+ മെസ്സേജസ് ഉണ്ട്, ഇതിന് എങ്ങനെ റിപ്ലൈ കൊടുക്കാന്ന് വെച്ചിട്ട്. അതായത് ഇതിന് സെയിൽസ് കോർഡിനേറ്റേഴ്സ് ഇല്ല ഇത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ആളുകൾക്ക് റിപ്ലൈ കൊടുത്തിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി മാർക്കറ്റിലുണ്ട്. അപ്പം അത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വി നീഡ് എന്ത്, ടെക്നിക്കലി ഭയങ്കരമായിട്ട് നോളജ് ഉള്ള, സ്ട്രാറ്റജിക്കലി വർക്ക് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ക്രിയേറ്റിവിറ്റി, അതായത് ഈ മെസ്സേജ് ഡിസൈൻ ചെയ്യാന്നുള്ളതുണ്ട്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഡിസൈൻ ചെയ്യാന്നുള്ളത്, അതൊരു ക്രിയേറ്റീവ് സ്കില്ലാണ്. അപ്പം ഇങ്ങനെയുള്ള എന്ത് വേണം, ഒരു സെഷനും കൂടി വേണം. സോ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇസ് കംപ്ലീറ്റ്ലി, ഹാരിസൺ കോറെ സോഷ്യൽ മീഡിയ ഇസ് കംപ്ലീറ്റ്ലി ടെക് ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ടെക് ഓറിയന്റഡ് ആണ്. അത് അങ്ങനെ തന്നെ പറയുന്നത്, ടെക് ഓറിയന്റഡ്. കാരണം ടെക്കിൽ എന്തൊക്കെ അപ്ഡേഷൻസ് വരുന്നുണ്ടോ അതിലെല്ലാത്തിലും കയറിയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പം അത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏജൻസിക്കൊക്കെ ഈ സ്റ്റഡി അബ്രോഡിലൊക്കെ നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ നമ്മളത് സർവീസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ അതാണ് നമ്മളൊരു ലൈന്. അപ്പോ ക്ലയൻസ് പല ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഉമേർ സംസാരിക്കുന്നത് ഒരു പ്രത്യേക സ്ട്രാറ്റജി ബിൽഡ്, അതായത് ഓരോ ബ്രാൻഡിനും അവരുടെ കസ്റ്റമർ പ്രൊഫൈൽ നോക്കുന്നു, അവരുടെ എൻഗേജ്മെന്റ് മെട്രിക്സ് നോക്കുന്നു, അവിടെ എവിടെയൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്, ആ പ്രോബ്ലംസ് എങ്ങനെ ടെക് യൂസ് ചെയ്ത് നമുക്ക് പരിഹരിക്കാൻ നോക്കുന്നു, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. പക്ഷെ പല ബ്രാൻഡുകളും പല ഫൗണ്ടേഴ്സും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡില് അവര് ആരാധിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാവും, അത് അഡ്മയർ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ടാവും. എന്നിട്ട് ആ ഒരു പേജ് നോക്കിയിട്ട് അവർ എന്ത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ചെയ്യുന്നു, അതിന്റെ തന്നെ മറ്റ് ഇറ്ററേഷൻസ് അല്ലെങ്കിൽ റെപ്ലിക്കാസ് ആണ് പല ബ്രാൻഡുകളും ചെയ്യുന്നത്. Do you believe that is a right strategy? അല്ലെ അങ്ങനെയാണോ ഒരു സോഷ്യൽ മീഡിയ ആക്ച്വലി സ്കെയിൽ ചെയ്യേണ്ടത്? അത് റൈറ്റ് സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് കോപ്പിംഗ് അല്ലേ, കോപ്പിംഗ് അല്ലേ. അതായത് ഒരു ബ്രാൻഡ് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം സാധനം എടുത്ത് ഇപ്പുറത്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിനെ നമ്മൾ അതേപോലെ ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതല്ലേ, അതൊരിക്കലും നല്ലതല്ലല്ലോ. ഈ ബ്രാൻഡിന് ഒരിക്കലും പോസിറ്റീവ് ആയിട്ട് വരില്ല. ബട്ട് സ്റ്റിൽ അവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ റിസൾട്ട് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഓൾറെഡി മാർക്കറ്റിൽ പ്രൂവൻ സ്ട്രാറ്റജീസ് ഉണ്ടാവും, അത് ആ സെയിം സാധനം കോപ്പി ചെയ്യാന്നുള്ളതല്ല. അതായത് ഈ ഓഡിയൻസിൽ ഇന്ന സംഭവം വർക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഓഡിയൻസിൽ ഈ ടൈപ്പ് ഓഫ് അപ്രോച്ച് വർക്ക് ആവുന്നുണ്ട്, ഇത് ആക്ച്വലി നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ബ്രാൻഡ് വരുന്ന സമയത്ത് ആ ബ്രാൻഡിലുള്ള ഏകദേശം ഒരു 5 to 10 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. വേൾഡ് വൈഡ് കോമ്പറ്റീഷൻ നമ്മൾ നോക്കും. അത് ഒരു ടോപ്പ് വേൾഡ് വൈഡ് അവിടെ വർക്ക് ആവും. ഒരു കേരള ബേസ്ഡ് ബ്രാൻഡ് ആണ്, കേരള ബേസ്ഡ് ഒരു റൈസ് ബ്രാൻഡ് ആണ്. ഓക്കെ, ഈ റൈസ് ബ്രാൻഡിന്റെ മാർക്കറ്റിംഗ് നമ്മൾ വാല്യൂറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു കൺട്രിയിലുള്ള അതേ റൈസ് ബ്രാൻഡ് എടുത്തിട്ട് ചെയ്യുന്നത് വർക്ക് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം കണ്ടന്റ്സ് പുഷ് ചെയ്താൽ വർക്ക് ആവില്ല. പക്ഷെ ഹ്യൂമൻ സൈക്കോളജി ഈസ് ഏറെക്കുറെ ഓക്കെ. അതായത് അവിടെ എന്തോ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു കണ്ണുപ്പൊടി ഉണ്ട് പച്ചക്ക് വരാന്നുണ്ടെങ്കിൽ അതെന്താന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ആ സാധനം എടുത്തിട്ട് നമ്മളെ സ്റ്റൈലില്, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ ഇപ്പം എല്ലാവരും കഴിക്കുന്ന റൈസ് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ റൈസ് ബ്രാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാം പേർപ്പസ് ഒന്നും തന്നെയല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അല്ലാണ്ട് ആ സാധനം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ സെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ സെയിം എന്താ പറയാ കോപ്പീസോ അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ്സോ ഇവിടെ കൊണ്ടുവന്ന് ഇടുക എന്നുള്ളതല്ല. ഒരിക്കലും ചെയ്യരുത്. അവിടെ വർക്ക് ചെയ്യേണ്ടത് സ്ട്രാറ്റജി കോപ്പി അടിക്കുക എന്നുള്ളതല്ല. അവിടെ എന്തോ ഒരു സംഭവം എന്താവുന്നുണ്ട്, എന്തോ ഒരു അപ്രോച്ച് വർക്ക് ആവുന്നുണ്ട്. ആ അപ്രോച്ച് ആ ഒരു കാറ്റഗറി ഓഫ് ഓഡിയൻസിൽ ഈ ടൈപ്പ് ഓഫ് അപ്രോച്ച് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ആ അപ്രോച്ചിൽ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ അതൊരിക്കലും ആ ബ്രാൻഡിന്റെ, അല്ലെങ്കിൽ ആ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ബ്രാൻഡിന്റെ ഒരു ഐഡന്റിറ്റി എടുത്തിട്ട് ചെയ്യുന്നതാവരുത്. അതിന് നമ്മൾ ഭയങ്കര അത് റെസ്ട്രിക്റ്റഡ്, അത് ഞങ്ങൾ ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ കോമ്പറ്റീറ്റീവ് സ്റ്റഡിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫുൾ ടൈം വാച്ച് ചെയ്യും കോമ്പറ്റീറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, ആ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്. ഈവൻ ദോ സോഷ്യൽ ലിസണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ പാർട്ടിൽ. ഈ സോഷ്യൽ ലിസണേഴ്സ് ആക്ച്വലി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 5 or 6 years എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് സോഷ്യൽ ലിസണേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് ദേ ആർ പ്രിഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ. ഇന്നലെ എന്ത് സംഭവിച്ചു, ഇന്നെന്താ സംഭവിക്കുന്നത്, ഇന്നലെ ഇങ്ങനെ സംഭവിച്ച സമയത്ത് മുന്നേ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പം അന്ന് എന്താ റിസൾട്ട് വന്നിട്ടുള്ളത്, ഈ ഡാറ്റ വെച്ചിട്ടാണ് ഇവർ വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ ദേ ക്യാൻ പ്രിഡിക്ട് നാളെ എന്ത് സംഭവിക്കും.
അതായത് അതിനുള്ള ടൂൾസ് ഉണ്ട്. സ്പ്രൗട്ട് സോഷ്യലൊക്കെ പോലത്തെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഈ ടൂൾസിൽ കയറി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എൻ ഐഡിയ. അതായത് ഇതാണ് ഈ ഇൻഡസ്ട്രിയിൽ ഇന്നുള്ള പ്രോബ്ലം, അപ്പൊ നാളെ ഇത് ഇങ്ങനെ ആവും. സോ നിങ്ങൾ ഈ കീവേഡ്സ് വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലാണ് നിങ്ങൾ കണ്ടന്റ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഇത്ര പെർസെന്റേജ് എന്തുണ്ട്, സക്സസ് റേഷ്യോ ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് എന്ത് കിട്ടും, നമുക്ക് ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. സോഷ്യൽ ഡിസൈനിങ്ങിന്റെ ഒരു ഏരിയ ആണത്. അപ്പം ആ ഡാറ്റാസും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് അത് കൈൻഡ് ഓഫ് കോമ്പറ്റീറ്റർ സ്റ്റഡി ആണ്. കോമ്പറ്റീറ്റേഴ്സിന് സ്റ്റഡി ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നതാ. അതിനനുസരിച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരിക്കലും കോപ്പി ചെയ്യാന്നുള്ളതല്ലല്ലോ. അത് വാട്ട് ഈസ് ദ റിക്വയർമെന്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടെ എന്ത് അപ്രോച്ച് ചെയ്താലാണ് വർക്ക് ആവുക എന്നുള്ളത് നോക്കിയിട്ട് മുന്നേ പലരും ചെയ്തിട്ടുള്ള അപ്രോച്ച് എന്തായിരുന്നു സ്റ്റഡി ചെയ്തിട്ട് നമ്മളെ സ്റ്റൈലിലുള്ള ഒരു അപ്രോച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ആക്ച്വലി ചെയ്യേണ്ടത്. അല്ലാണ്ട് ആ ബ്രാൻഡ് അതാ ചെയ്തത് അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ചെയ്യാവൂ, വർക്കല്ല. അത് ആ ബ്രാൻഡ് ആയി കഴിഞ്ഞ് അതാണ് ആ ബ്രാൻഡ്. പിന്നെ അത് ആ ബ്രാൻഡിനെ നമ്മൾ കോപ്പി ചെയ്യാന്നുള്ളതിന് അതിന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ യൂഷ്വലി ചെയ്യാറില്ല. ബട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച് നമ്മൾ ചെയ്യാറുണ്ട്. മാർക്കറ്റിൽ പ്രൂവൺ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം ആ ഓഡിയൻസിൽ അത് വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് സ്കിപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഇവര് നേരത്തെ എങ്ങനെയാണ് ടീമിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടീമിന്റെ മെട്രിക്സുകൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നോക്കേണ്ടതെന്നുള്ള ആൻസർ നൽകി. അതുപോലെ തന്നെ ബ്രാൻഡ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ബ്രാൻഡിന്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ റൈറ്റ് ട്രാക്കിലാണ്. ലൈക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണെങ്കിൽ അതിന്റെ ROI നോക്കാൻ വേണ്ടി പറ്റും. SEO ആണെങ്കിൽ അതിന്റെ കീവേഡ്സ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറ്റും. ഒരു സോഷ്യൽ മീഡിയ അതിനകത്ത് എത്ര എന്താ പറയുക വൈറൽ കണ്ടന്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണോ അവരുടെ ക്രൈറ്റീരിയ ആയിട്ട് നോക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് ആണോ നോക്കേണ്ടത്? ഏത് ആസ്പെക്റ്റിലായിരിക്കണം അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? അവിടെ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് പ്യൂർലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെട്രിക് ഓറിയന്റഡ്. അതായത് അവിടെ എത്ര പെർസെന്റേജ് കമ്പയർ ടു ലാസ്റ്റ് ക്വാർട്ടർ Q1 കമ്പയർ ചെയ്യുന്ന സമയത്ത് Q2 എത്ര പെർസെന്റേജ് ഗ്രോത്ത് ഉണ്ട്. അവിടെ നമുക്ക് OKR മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. KPIs ഫോളോ ചെയ്യുന്നുണ്ട്. KPIs എന്ന് പറയുന്ന സമയത്ത് അവിടെ വ്യൂസ് ഒരു മെട്രിക് ആണ്, എൻഗേജ്മെന്റ് റേറ്റ് മെട്രിക് ആണ്, അതേപോലെ ഓവറോൾ ആവറേജ് വാച്ച് ടൈം മെട്രിക് ആണ്, അതേപോലെ 3 സെക്കൻഡ് വ്യൂസ്. ഇങ്ങനെ കുറെ മെട്രിക്സ് ഉണ്ട്. ഈ മെട്രിക്സ് എല്ലാം കൂടി വെച്ചിട്ടുള്ള അനലിറ്റിക്സ് ഉണ്ടാവും. അതായത് അതിനൊപ്പം തന്നെ ഇതിൽ ടാർഗറ്റ് ഓഡിയൻസ് എന്താ പറയാ ബ്രോഡ് ആയിട്ട് പോകുന്നുണ്ടോ, റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കാണോ, ഒരു 75% or എബോവ് റൈറ്റ് ഓഡിയൻസ് ആണോ, ഇങ്ങനെയുള്ള മെട്രിക്സ് വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് അത് നമ്മൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്പ്രൗട്ട് സോഷ്യലൊക്കെ പോലത്തെ കുറെ ടൂൾസ് ഉണ്ട്. ഇപ്പൊ റീസെന്റ് ഒരു ടീം നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവരുടെ ഒരു സർവീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തു അല്ലെങ്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഈ പോസ്റ്റ് ത്രൂ സെയിൽ ആയിട്ടുള്ള കോണ്ടാക്ട്സ് വരെ ഇവർ ഫെച്ച് ചെയ്യും. അതായത് ആ പോസ്റ്റ് കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു, അതോടുകൂടി എന്തായി ലീഡ്സിലേക്ക് ഈ ആള് കയറി. പിന്നെ ഇയാൾ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കോൺടാക്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അത് മേ ബി വേറെ ഏതെങ്കിലും സോഴ്സിലൂടെ ആയിരിക്കും വരുന്നതൊക്കെ. ബട്ട് സ്റ്റിൽ ഇതൊരു കോണ്ടാക്ടിന്റെ ഫീൽഡിലേക്കാണ് സേവ് ആവുന്നത്. അങ്ങനെയുള്ള കോണ്ടാക്ട്സിനെ വരെ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതായത് ഒരു റീല് കണ്ട് വന്ന് സെയിൽ ആയിട്ടുള്ള ആളുകളെ മെട്രിക്സ് വരെ കിട്ടുന്ന ടൂൾസ് ഉണ്ട് ആക്ച്വലി. അത് അങ്ങനെയുള്ള CRMs കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ റീസെന്റ് ഒരു ടീമായിട്ട് നമ്മൾ മീറ്റിംഗ് ഇരുന്നപ്പോൾ നമ്മൾ ഒരേറ്റ് സൈൻ ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങനെയുള്ള മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ബട്ട് എല്ലാവർക്കും ഇത് പോസിബിൾ ആയിരിക്കണമെന്നില്ല. കാരണം ടൂൾസ് ഭയങ്കര ഹൈലി പെയ്ഡ് ആണ്. സിംപ്ലി നമ്മളെ മെറ്റാ ബിസിനസ് സ്യൂട്ടൊക്കെ പോലത്തെ പ്ലാറ്റ്ഫോംസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വാലുവേറ്റ് ചെയ്യാൻ പറ്റും. കമ്പാരിസൺ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് എക്സൽ ഷീറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഡൗൺലോഡ് ചെയ്ത ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാഷ്ബോർഡ്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ലൈവായിട്ട് മെട്രിക്സ് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വി ക്യാൻ ഓൾസോ ലൈക്ക് ഒരു കുറെ മെട്രിക്സ് കുറെ KPIs ഉള്ളതുകൊണ്ട് സ്പെസിഫിക്കലി ഇന്നതെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അവിടെ അവയർനെസ്സിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, സെയിൽസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, അതേപോലെ ഇങ്ങനെ ഓരോരോ മെട്രിക് വെച്ചിട്ട് അതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, അത് വെച്ചിട്ട് ഓവറോൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഗ്രേറ്റ്. സോ അതുപോലെ തന്നെ ഫൗണ്ടേഴ്സ് ഫേസ് ചെയ്യുന്ന വേറൊരു വലിയ പ്രശ്നമാണ് ലൈക്ക് ഏത് ക്വാളിറ്റിയിലാണ് അവരവരുടെ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു B2Cയിൽ ഒരു ലോ ലൈക്ക് ഒരു ബ്രാൻഡ് അല്ലാതെ ഒരു കമ്മോഡിറ്റി സൈഡിലേക്ക് നിൽക്കുന്ന ബ്രാൻഡുകളാണെങ്കിൽ അവർ ഒരുപാട് എമൗണ്ട് എന്ത് ചെയ്യേണ്ടതില്ല, പ്രൊഡക്ഷൻ സൈഡിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടില്ല. പക്ഷെ ഒരു ടോപ്പ് നോച്ച് ബ്രാൻഡ് ആണെങ്കിൽ അവരുടെ കണ്ടന്റ് ക്രിയേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ടോപ്പ് നോച്ചിലേക്ക് എത്തണം. ഇതാണ് യൂഷ്വലി ഉള്ള ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എന്താണ് ഉമേറിന്റെ ടേക്ക്? അതായത് എങ്ങനെയാണ്
അത് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനൊരു ഒരു ഇൻസിഡന്റ് പറയാം. ഇത് കംപ്ലീറ്റ്ലി ബ്രാൻഡ് പെർസ്പെക്റ്റീവിൽ വരുന്നതാണ്. നമ്മൾ മുന്നേ ഒരു ജ്വല്ലറി ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ വർക്ക് ചെയ്ത സമയത്ത് അവിടെ നമ്മൾ ഡ്യൂ ടു മാർക്കറ്റിംഗ് ഫണ്ട് അലക്കേഷൻ ഇല്ലാത്തതുകൊണ്ട്, ജ്വല്ലറി ആണ് ഒരു സംബന്ധിച്ചിടത്തോളം, ജ്വല്ലറിന്ന് നമുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ത്രൂ സെയിൽസ് വരും അങ്ങനെ ഒരു തോട്ടേ ഇല്ല. അപ്പോൾ അവിടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഭയങ്കര കൺസ്ട്രെയിൻഡ് ആണ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐഫോണിൽ വീഡിയോസ് എടുത്തിട്ട് എഡിറ്റിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള എഡിറ്റേഴ്സിന് അത് ചെയ്യിപ്പിച്ചിട്ടായിരുന്നു. പകരം അത് മുന്നേ ഏജൻസി ബേസ്ഡ് അല്ല പറയുന്നത്, അത് വേറെ തന്നെ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പം അങ്ങനെ ചെയ്ത സമയത്ത് അവിടെ നമ്മൾ എന്താ പറയാ, ഒരു VN പോലത്തെ ആപ്സ് ഉണ്ട്, മൊബൈൽ ആപ്സ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് അവർ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഔട്ട് വന്ന സമയത്ത് സംഹൗ ഇത് എന്തായി, ഷെയർ ചാറ്റ് ടൈപ്പ് ഓഫ് കണ്ടന്റ്സ്, ഞാൻ ടേം യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഷെയർ ചാറ്റിൽ പോകുന്ന ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് എന്തുണ്ട്, അത് വേറെ തന്നെ ടൈപ്പ്. അതായത് മോസ്റ്റ് ഓഫ് ഇന്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്റെ ഫാമിലിയിൽ എന്റെ ഉമ്മ ഒക്കെ ഷെയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ഉണ്ട്. അതായത് അവര് സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ആ ടൈപ്പ് ഓഫ് സംഭവങ്ങളുണ്ട്. അപ്പം അതിൽ വരുന്ന എഡിറ്റ്സ് ഏകദേശം ആ എഡിറ്റിലാണ് ഈ വീഡിയോസ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അത് നന്നായിട്ട് വർക്കായി. അതായത് അവിടെ നമ്മള് ഗിവവേസ്, അത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ സ്ട്രാറ്റജീസ് ഒക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഫോളോസും കാര്യങ്ങളൊക്കെ വന്നു. വൺസ് ഇത് സെയിലായി തുടങ്ങി, അതായത് ഇപ്പം ഈ മിസ്റ്റർ താങ്ക് യു ചലഞ്ച് ഒക്കെ പോലത്തെ ചലഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഫോളോവേഴ്സിന് എന്ത് ചെയ്യും, ഗിഫ്റ്റ് ഗോൾഡ് കോയിൻ ഒക്കെ കൊടുത്ത് അങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്ത് അവിടെ സെയിൽസ് വന്നു തുടങ്ങി. സെയിൽസ് വന്നു തുടങ്ങിയ സമയത്ത് ഇവരെന്ത് ചെയ്തു, ഇതൊന്നും മാറ്റാൻ നോക്കി. അതായത് ഈ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് പറയുമ്പോൾ അത് ഭയങ്കര എന്താ പറയാ, പ്രൊഡക്ഷൻ ലോ ക്വാളിറ്റി ആയിട്ടുള്ളത്, ഭയങ്കര ലോ ക്വാളിറ്റിയിലാണ്. അപ്പൊ അത് മാറ്റിയിട്ട് പ്രീമിയത്തിലേക്ക് ആക്കാൻ നോക്കി. പ്രീമിയത്തിലേക്ക് ആക്കിയതിന് ശേഷം എന്ത് ചെയ്തു സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് കുറഞ്ഞു. അപ്പൊ നമ്മൾ അതിന്റെ ഒരു അനാലിറ്റിക്സ് എടുത്ത് നോക്കി. അതായത് ആ സ്ട്രാറ്റജി എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നത് പഠിച്ച സമയത്ത് മനസ്സിലായത്, ഈ വീഡിയോസ് കാണുന്ന സമയത്ത് ഈ കാണുന്ന ഓഡിയൻസ്, ഞാൻ ഈ കറക്റ്റ് പറഞ്ഞ എന്റെ ഉമ്മൊക്കെയാണ് കറക്റ്റ് വരുന്ന ടാർഗറ്റ് ഓഡിയൻസ് വരുന്നത് ഗോൾഡില്. അപ്പം അവരെ സംബന്ധിച്ചുള്ള ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു ഫീൽ വരികയാണ്, ദിസ് ഈസ് ചീപ്പ്. ഇത് പ്രീമിയത്തിലേക്ക് പോയ സമയത്ത് ഇത് പ്രീമിയാണ്. അപ്പം അവിടെ സെയിൽസ് കുറഞ്ഞു. അതായത് യൂഷ്വലി വരുന്ന സെയിൽസ് കുറഞ്ഞു. കാരണം അവിടെ റീറ്റൈനിങ് ഒന്നും ഇല്ല, വല്ലാണ്ട് റിട്ടൻഷൻ വെരി കുറവാണ്. അപ്പൊ പുതിയ ഓഡിയൻസിലേക്കാണ് പോകുന്നത്. അപ്പൊ പുതിയ ഓഡിയൻസ് തിങ്ക് ചെയ്യുന്നത് എന്താണ്, ഇത് പ്രീമിയം ആണെന്നുള്ളത്. അപ്പം അതൊരു ജസ്റ്റ് ഒരു കേസ് സ്റ്റഡി വരുന്നതാണ്. അപ്പം അതാണ് ആക്ച്വലി വിഷ്വൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കഫേ ആംബിയൻസിൽ, കഫേയിൽ നമ്മൾ കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു യൂത്ത് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജെൻസി ആയിട്ടുള്ള ഒരാൾ കഫേയിൽ പോകുന്ന സമയത്ത് അവിടെ ആർക്ക് വേണ്ടത് എസ്തെറ്റിക്സ് ആണ്. ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അതല്ലാന്നല്ല പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡറി കൊടുക്കുന്ന എസ്തെറ്റിക്സ് ആണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, ഭയങ്കര ആംബിയൻസ് ആയിരിക്കണം, ഈ സംഭവങ്ങളാണ്. അപ്പം ഇത് നമ്മൾ ചിലത് നമുക്ക് ക്യാമറയിൽ ചെയ്തു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആകാൻ പറ്റില്ല. ഐഫോൺ കണ്ടന്റ്സ് ഏറ്റവും കൂടുതൽ വൈറലാവുള്ള ആ ഒരു ഏരിയയിൽ, FMB ഏറ്റവും കൂടുതൽ ഐഫോൺ കണ്ടന്റ്സ് വൈറലാവുള്ള റീസൺ അതാണ്. അപ്പം അവിടെ നമുക്ക് മൊബൈൽ ഫോണിന്റെ ലൈക്ക് ഐഫോൺ പെർസ്പെക്റ്റീവ് ഉണ്ട്. ആ പെർസ്പെക്റ്റീവിലായിരിക്കണം നമ്മൾ അപ്പോൾ അവിടെ വീഡിയോ പുഷ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സ്റ്റിൽ നമുക്ക് പ്രൊഫഷണൽ ക്യാമറ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ അവിടെ യൂസ് ചെയ്യുന്ന ലെൻസ് പാരലലി എന്ത് ചെയ്യും, ഐഫോൺ ലെൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏകദേശം സിമിലാരിറ്റി വരുന്ന ലെൻസ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള, അതായത് എന്താണോ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലാണ് അവിടെ ആളുകൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്, അത് പുഷ് ചെയ്യാന്നുള്ള. അല്ലാണ്ട് ഒരു ബ്രാൻഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ ചെയ്യണമെന്നില്ല. അവിടെ എന്താണ് റിക്വയർഡ് ആയിട്ടുള്ളത് അത് ചെയ്യാന്നുള്ളതാണ്. ആ ചെയ്യുന്ന സാധനം അത് ഷുഡ് ബി എന്തായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അതൊരു എന്താ പറയാ, അതൊരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കണ്ടന്റ് ആവരുത്. ഒരു ഒറ്റ ലൈനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന ഓഡിയൻസിന് ഇത് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഫീൽ ചെയ്യരുത്. അപ്പം അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള ഇൻപുട്ട് ഇടണം. ഈവൻ ദോ ഇഫ് യു ആർ ഷൂട്ടിംഗ് എന്താ പറയുക, ഒരു ഐഫോൺ പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ പെർസ്പെക്റ്റീവിലോ വീഡിയോ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ കൂടി അതെന്ത് ചെയ്യണം, ഡിസ്റ്റർബിങ് അല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം ചെയ്യാന്നുള്ളതാണ്. അതാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. കഫേസിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐഫോൺ അല്ലല്ലോ യൂസ് ചെയ്യുന്നത്, പക്ഷേ ഐഫോൺ പെർസ്പെക്റ്റീവിലാണ് ചെയ്യുക. POVs കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ലെൻസ് കാര്യങ്ങൾ വെച്ചിട്ട് ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ക്വാളിറ്റി കൂട്ടാൻ പറ്റും. അതായത് ആ ഫ്രെയിംസിലും അല്ലെങ്കിൽ അതിന്റെ ഡെപ്തിലും കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫഷണൽ ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ വർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റർബ്ഡ് ആവില്ല. ഓക്കെ, അത് പ്യുവർലി ക്വാളിറ്റി ഹൈ ആയിരിക്കും, ബട്ട് സ്റ്റിൽ എന്താവില്ല, ഇത് ഒരു ഡിസ്റ്റർബിങ് ആയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റൈലിലേക്ക് പോയിട്ട് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് ആവില്ല. അപ്പം അത് ആ സാധനങ്ങളാണ് നമ്മൾ ആക്ച്വലി ഫോളോ ചെയ്യേണ്ടത് കണ്ടന്റ് ക്വാളിറ്റി വരുന്ന സമയത്ത്. നേരത്തെ പറഞ്ഞ സംഭവം വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ റീസെന്റ് കിട്ടിയ ലേണിംഗ് ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം കൂടി അവിടെ ഫേസ് ആവും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടന്റ് ക്വാളിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ബ്രാൻഡ് ഓണേഴ്സിന് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അവർക്കൊരു
CFO അല്ലെങ്കിൽ ഒരു ഫിനാൻസ് ബഡ്ജറ്റ് ഉണ്ടാവും. ആ ബഡ്ജറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതായിരിക്കും അവർ പലപ്പോഴും നോക്കുന്നുണ്ടാവുക. സോ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ബ്രാൻഡ് വരുന്ന സമയത്ത്, ഓക്കെ, ഇഫ് യു ആർ മേക്കിംഗ് ദിസ് മച്ച്, അല്ലെ ഇതാണ് നമ്മുടെ ടേൺ ഓവർ എങ്കിൽ വി ക്യാൻ ആക്ച്വലി ഇൻവെസ്റ്റ് ദിസ് മച്ച് ഓൺ സോഷ്യൽ മീഡിയ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു 6 ഫിഗർ അവർ സോഷ്യൽ മീഡിയയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു ബ്രാൻഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇസ് ദാറ്റ് എ റൈറ്റ് ഡിസിഷൻ എന്ന് നോക്കാൻ പറ്റിയ എന്തെങ്കിലും മെട്രിക്സുകൾ അവർക്കുണ്ടോ? അതായത് അവിടെ ഇപ്പം സോഷ്യൽ മീഡിയ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ബ്രാൻഡ് അവയർനെസ് ആണ്. ഈ ബ്രാൻഡ് അവയർനെസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് 6 മന്ത്സിലേക്ക് സെയിൽസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഡയറക്റ്റ് സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പറയുന്നതാ. ബട്ട് സ്റ്റിൽ നമ്മൾ ഫസ്റ്റ് മന്തിൽ സെയിൽസ് കൊടുത്തിട്ടുള്ള ക്ലയൻസ് ഉണ്ട്, അത് നമ്മൾ ചെയ്യും. ബട്ട് സ്റ്റിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു 6 ഫിഗർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ആൾക്ക് എന്താ വരുന്നത്, ഒരു 6 മന്തിലേക്ക് അതൊരു ബാധ്യതയായി തോന്നി. അതായത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള എക്സ്പെരിമെന്റ്സും നമ്മളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് സാധനങ്ങളും ചെയ്ത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതാ ഒരു 6 മന്ത് ആവുമ്പോഴേക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് റിട്ടേൺസ് ആയിട്ട് കയറുന്ന രൂപത്തിൽ റിസൾട്ട് വരണം. ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ടാർഗറ്റ് നമ്മൾ കൊടുക്കുന്ന ടൈം ലൈൻ 3 to 6 മന്ത് എന്നുള്ളതാണ്. ആ സമയത്ത് അതെന്താ വരുന്നത്, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബേർഡൻ ആയി വരരുത്. അങ്ങനെ ബേർഡൻ ആയി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആയിട്ടുള്ള ചാനലിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ വെക്കുന്ന ക്രൈറ്റീരിയ, അത് ഞാൻ പേഴ്സണലി വെക്കുന്ന ക്രൈറ്റീരിയ. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഗോ ഫോർ ഏതെങ്കിലും വേറെ ചാനലിൽ പോകണം. ഇനി അവിടെയും പ്രോബ്ലം ഉണ്ട്. അതായത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ ഇതാക്കുന്ന ഒരു പോയിന്റ് ആണ് സോഷ്യൽ മീഡിയ ഷുഡ് ബി ഫൈൻ. സോഷ്യൽ മീഡിയ നല്ലൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫോമൻസിൽ നമുക്ക് നല്ല റിസൾട്ട് വരും. അങ്ങനെ ആളുകൾ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് നോക്കും. ആഡ്സ് കാണുന്ന സമയത്ത് നേരെ ക്ലിക്ക് ചെയ്യുന്നത് പ്രൊഫൈലിലേക്കായിരിക്കും. സെക്കൻഡ് ക്ലിക്ക് ആയിരിക്കും മോസ്റ്റ്ലി എന്താവുന്നുണ്ടാവും, സെയിലായിട്ട് കൺവേർട്ട് ആവുന്നുണ്ടാവും. ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പം അവിടെ ബഡ്ജറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഷുഡ് ഹാവ് എ സോഷ്യൽ മീഡിയ, ഒരു സോഷ്യൽ മീഡിയ ഒരു പേജ് ബേസിക്കലി എന്തായാലും ഒപ്റ്റിമൈസ്ഡ് പേജ് വേണം. അതിന്റെ പുറമെ ആഡ്സ് കാര്യങ്ങൾ റൺ ചെയ്തിട്ട് സെയിൽസും വരുന്ന ഒരാൾക്ക് പിന്നെ സോഷ്യൽ മീഡിയയിൽ എക്സ്പെരിമെന്റ് ചെയ്യാം. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ആക്ച്വലി പോകുന്നത്. അതായത് ആദ്യം നമ്മൾ ഒപ്റ്റിമൈസേഷൻ പാർട്ടാണ് ചെയ്യുന്നുണ്ടാവുക സോഷ്യൽ മീഡിയയിൽ. ഫസ്റ്റത്തെ 2 to 3 മന്ത്സ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് നല്ല എന്താ പറയുക ഒരു ഓഡിയൻസിനെ വെൽക്കമിങ് ആക്കി വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ തന്നെ എന്ത് ചെയ്യും, സ്കെയിൽ ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഒന്ന് സൈഡിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അവിടുന്ന് റിട്ടേൺസ് ഒന്ന് പാരലി പുഷ് ചെയ്തുകൊണ്ട് അതിന്റെ ഒപ്പം സോഷ്യൽ മീഡിയ കൊണ്ടുപോകും. അപ്പം ഇത് ഡിപ്പെൻഡ്സ് ഓൺ ബഡ്ജറ്റ് തന്നെയാണ്, മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ആവുന്ന ബഡ്ജറ്റ് ആണ് അവർക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഐ പേഴ്സണലി സേ അത് നമ്മളെ ക്ലയന്റ് അല്ല, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇതല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ടീം അങ്ങനെയുള്ള ടീമാണ്. അപ്പം അങ്ങനത്തെ ഒരു ടീമിന് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആവുക എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി ഒരു ക്ലയന്റിന്റെ ക്രൈറ്റീരിയ. അപ്പൊ നമ്മളെ ക്ലയന്റ് ആണോ അല്ലെങ്കിൽ ഈസ് ഈസ് എ റൈറ്റ് ക്ലയന്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇങ്ങനൊരു ലൈൻ അങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 100% ഷുവർ 6 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താവും, വർക്ക്ഔട്ട് ആവുന്നുള്ളത്. അതാവുന്നുള്ളത് 6 മന്തിനുള്ളിൽ എന്തായാലും അത് കംപ്ലീറ്റ്ലി എന്താവും ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ പക്കാ ROI ഒരു നല്ലൊരു റേഷ്യോയിലേക്ക് കയറുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഐ ആം അഫ്രൈഡ്. അപ്പൊ നമുക്ക് അവിടെ ഫ്രീഡംസ് പറയും, അതേപോലെ ലിമിറ്റേഷൻസ് വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം യു ആസ്ക്ഡ് അബൌട്ട് 6 ഫിഗർ, അറൌണ്ട് ഒരു 6 ഫിഗർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബ്രാൻഡിനെ ആക്ച്വലി നമ്മളെ സോഷ്യൽ മീഡിയ ടീം എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഈസിലി അപ്രോച്ച് ചെയ്യുന്ന ഒരു ക്ലയന്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നീഷായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് ഫ്രീഡം മാത്രം പോരാ, ക്രിയേറ്റീവ്സ് ബിൽഡ് ചെയ്യാനുള്ള ക്യാമ്പയിൻസ് ആയിക്കോട്ടെ, ആഡ്സ്പെൻഡ് ആയിക്കോട്ടെ. കാരണം ഇപ്പം പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ക്ലയൻസിന് 2 to 3 days പ്രൊഡക്ഷൻ പോകുന്നുണ്ട്. ഈവൻ ദോ 10-12 കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന, അതായത് 15 കണ്ടന്റ് മാക്സിമം പോകുന്നുണ്ടാവും. അതിൽ 10-12 വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് 2 to 3 days നമ്മൾ പ്രൊഡക്ഷൻ പോകുന്ന ക്ലയൻസ് ഉണ്ട്. പ്രൊഡക്ഷന് ലൊക്കേഷൻ ആവശ്യമായിട്ട് കാസ്റ്റ് വേണ്ടി വരും, അതേപോലെ ലൊക്കേഷൻ വേണ്ടി വരും. പ്രൊഡക്ഷൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുനോ ഈ എക്യുപ്മെന്റ്സ് കാര്യങ്ങള് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു 3 ഡേയിലേക്കുള്ള പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റണം, അഫോർഡ് ചെയ്യാൻ പറ്റണം. അതിന്റെ പുറമെ ഈ ടീം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള,
അതേപോലെ ഡിസൈനിൽ സ്ട്രാറ്റജിക്കലി വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ റിസർച്ച് ചെയ്യുന്ന ഈ സോഷ്യൽ ഡിസൈനിങ്ങിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ബിൽഡ് ചെയ്ത് 5-6 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടോപ്പ് ടീമാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവരെ അഫോർഡ് ചെയ്യാന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ്. ഇങ്ങനെ ടീമിന്റെ അടുത്ത് സോഷ്യൽ മീഡിയ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഐ പേഴ്സണലി ബിലീവ് റിസൾട്ട് അങ്ങനെയല്ല കേട്ടോ, ഒരിക്കലും ലൈക്ക് എന്താ പറയാ അങ്ങനെ പറ്റൂന്നല്ല, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ബട്ട് സ്റ്റിൽ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, കോൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ലോങ് ടേം സ്ട്രാറ്റജീസ് വരണം, ഇങ്ങനത്തെ പ്രൊഡക്ഷൻസ് കാര്യങ്ങൾ വരണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടന്റ്സ് റെഗുലർലി പോയി തുടങ്ങണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 1-2 വൈറൽ വീഡിയോസ് കിട്ടും. ബട്ട് അതല്ല അതുകൊണ്ട് കാര്യമില്ല. നല്ല പീപ്പിളിനെ ഹയർ ചെയ്യുക, ആ നല്ല പീപ്പിളിന് വർക്ക് ചെയ്യാനുള്ള ക്രിയേറ്റീവ് ഫ്രീഡം ഒരുക്കി കൊടുക്കുക. ആ ക്രിയേറ്റീവ് ഫ്രീഡത്തിന് കൂടെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നും അവിടെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാൻഡിന് മന്ത് ബൈ മന്ത് ഗ്രോത്ത് ആയിരിക്കും സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇതൊരിക്കലും ഇപ്പം എന്താ പറയാ ചെറിയ ബഡ്ജറ്റ് ഉള്ള ഒരു ബ്രാൻഡിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു ബ്രാൻഡ് ആണെങ്കിൽ കൂടി മൈൻഡിൽ വേണ്ടത്, അതായത് നമ്മൾ മാർക്കറ്റിംഗ് ഇറങ്ങുമ്പോൾ ആലോചിക്കേണ്ടത് ഓക്കെ എങ്ങനെയാണ് തുടങ്ങുന്നത്, ബട്ട് ഇൻ നെക്സ്റ്റ് 6 or 7 months വി ഷുഡ് ഡു ദിസ്. ഇങ്ങനെ ചെയ്യാൻ പാകത്തിനുള്ള എന്ത് ചെയ്യണം, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കൊണ്ടുവന്നിട്ട് അത് അവിടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റിംഗ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ചെറിയ ബ്രാൻഡ് വരുന്ന സമയത്ത്, ചെറിയ ബ്രാൻഡ് മീൻസ് സ്റ്റാർട്ടപ്പ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓൺബോർഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഓൺബോർഡ് ചെയ്യുമ്പോൾ പറയുന്നത് ഓക്കെ ഈ ബഡ്ജറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബട്ട് നമ്മൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. ഇത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഇത് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം. അതായത് വരുന്ന ആ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ CMO ചെയ്യേണ്ട കാര്യമാണ്. ആ വരുന്ന ബഡ്ജറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ വരുന്ന പ്രോഫിറ്റ് നിന്ന് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് സെപ്പറേറ്റ് അവിടെ കീപ്പ് ചെയ്യുക, അത് യൂസ് ചെയ്യുക, വൈസായിട്ട് യൂസ് ചെയ്യുക, അതിലേക്ക് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. വെരി ട്രൂ. ഒരു ബ്രാൻഡ് നോക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹ്യൂമൻ റിസോഴ്സ് ബഡ്ജറ്റ്, ക്രിയേറ്റീവ് ബഡ്ജറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ബഡ്ജറ്റ്, ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ടായിരിക്കണം അവരുടെ ഹോൾ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. ഒരിക്കലും നമ്മൾ സർവീസ് ഫീ മാത്രം ആവരുത്. അതാണ് കംപ്ലീറ്റ്ലി. അതായത് നമ്മൾ സർവീസ് ഫീ എന്നുള്ളതല്ല, സർവീസ് ഫീ ഒരു മാർക്കറ്റിംഗ് ടീമിനുള്ള സർവീസ് ഫീ എന്നുള്ളതല്ല അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒക്കെ ഒരുപാട് അപ്പുറത്താണ് എന്ത് വരുന്നത്, ഇതിന്റെ ഈ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, കോസ്റ്റ് വരുന്നത്. അവിടെ നമ്മൾ ക്വാളിറ്റി അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആളുകൾ കാണണം എന്നുണ്ടെങ്കിൽ നല്ല റിലേറ്റബിൾ കണ്ടന്റ് ആയിരിക്കണം. നല്ലൊരു സിനാരിയോ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മേ ബി അതിൽ 2, 3, 4 ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ 4 കാസ്റ്റായി. ഓക്കെ, അപ്പം 2 കാസ്റ്റിനെ വെച്ച് ചെയ്യുന്ന വീഡിയോയും 4 കാസ്റ്റിനെ വെച്ച് ചെയ്യുന്ന വീഡിയോയും വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ കാസ്റ്റിംഗ് ബഡ്ജറ്റ് ഡബിളാ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട് അതിലുണ്ടാവും ചെയ്യും. കാസ്റ്റ് കൂടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്തുണ്ട്, ഡയലോഗ് ഡെലിവറീസ് കൊടുക്കാൻ പറ്റും, ഒരുപാട് സീൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള ഇവന്റ്സ് അതിനുള്ളിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ റിസൾട്ട് ഉണ്ടാവും ചെയ്യും. അപ്പൊ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അത് ഇത്രയും ഡബിൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ്, അതും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നമ്മളെല്ലാം അങ്ങനെ ചെയ്യാന്നുള്ളതല്ല. ബഡ്ജറ്റിനനുസരിച്ച് ഇപ്പം ക്ലയന്റിന്റെ ബഡ്ജറ്റ് ഇത്രയാണുള്ളത്, അപ്പൊ സ്ക്രിപ്റ്റ് നമുക്ക് ഇത്ര പെർസെന്റേജ് ഇങ്ങനത്തെ വീഡിയോസ് ആണ് വേണ്ടത്, 3% ഇങ്ങനെ വീഡിയോസ് ആണ് വേണ്ടത്, കൈൻഡ് ഓഫ് മെട്രിക്സ് അവിടെ ഉണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഇതിന്റെ റിസൾട്ടും ഇതിലുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഹൈ റിസൾട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഒരുവിധം ക്ലയൻസ് ഒക്കെ ഒരു 1 year കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാക്കേജ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസൺലി ഞാൻ ഈ പറഞ്ഞ ഡെന്റൽ ക്ലിനിക്കിലൊക്കെ നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ നമ്മളവിടെ 1 year വന്നിട്ടായിരുന്ന സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ കട്ട് ചെയ്തു. അതായത് ഇത്ര കണ്ടന്റ്സ് ഇങ്ങനെ എന്നുള്ളത് കട്ട് ചെയ്തു. കാരണം അവർക്ക് അത്യാവശ്യം എന്തായി റവന്യൂ വൈസ് ഗ്രോത്ത് വന്നു. ഇപ്പൊ അവർ ചെയ്യുന്നത് പ്രൊഡക്ഷനിൽ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അതായത് കുറെ വീഡിയോസ് കൊടുക്കാന്നുള്ളതല്ല, പകരം വീഡിയോസിന്റെ കൗണ്ട് റെഗുലേറ്റ് ചെയ്തിട്ട് ആ വീഡിയോസ് എന്ത് ചെയ്യാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ്. അതായത് പണ്ട് 10-12 വീഡിയോസ് പോയ സ്ഥലത്ത് അവിടെ ഒരു 5-6 ഹൈ ക്വാളിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഹൈലി വൈറൽ ആവാൻ ചാൻസ് ഉള്ള വീഡിയോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് വൺസ് ഒരു എന്താ ചെയ്ത് ബ്രാൻഡ് അവയർനെസ് കാര്യങ്ങളൊക്കെ ചെയ്തു, ഏകദേശം എന്തായിട്ടുണ്ട്, റവന്യൂ ഗ്രോത്ത് വരുന്നുണ്ട്. റൈറ്റ് ടൈമിൽ അവരെന്ത് ചെയ്യാണ്, ബഡ്ജറ്റ് ഇതിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ വീണ്ടും സ്കെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂഷ്വലി ബ്രാൻഡുകൾ ഏജൻസിയിൽ നിന്ന് ഇൻഹൗസിലേക്ക് സ്വിച്ച് ചെയ്യും, ഇൻഹൗസിൽ നിന്ന് ഏജൻസിയിലേക്കും സ്വിച്ച് ചെയ്യും. ഈ 2 സ്വിച്ചുകളും വെരി കോമൺ ആയിട്ട് പല ബ്രാൻഡുകളും നടത്തുന്നതാണ്. അപ്പം ഏജൻസിയെ മാനേജ് ചെയ്യുന്നത് പോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിനേക്കാളും ഒരുപക്ഷെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കാം ഇൻഹൗസിൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. സോ എന്താണ് ഒരു ബ്രാൻഡ് ആക്ച്വലി ചെയ്യേണ്ടത്? ഏത് മൊമെന്റിലാണ് അവർ ഏജൻസിയിൽ നിന്നും ഇൻഹൗസിലേക്ക് സ്വിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായാലും നമ്മൾ തന്നെ ഗൈഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ ലാർജ് സ്കെയിലിലേക്ക് പോകണമെന്ന് ഈ ബ്രാൻഡിന് തോന്നുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെപ്പോഴും റവന്യൂ വൈസ് ഒരു 60 കീപ്പ് ആവുന്ന ഒരു പോയിന്റിലായിരിക്കും.
ആ ടൈം മുതൽ ദേ ഷുഡ് ഹാവ് ഒരു ഇന്റേണൽ മാർക്കറ്റിംഗ് ടീം. അതില്ലാന്നുണ്ടെങ്കിൽ ഏജൻസീസ് വെച്ചിട്ട് എക്സിക്യൂഷൻ ഭയങ്കര ഈസി ആയിട്ട് നടക്കും. ഓക്കെ, അത് നടക്കും. പക്ഷെ ബിസിനസ് സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ട് മാർക്കറ്റിംഗ് ടീമിനെ അല്ലെങ്കിൽ ഏജൻസീസിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞത് വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം. അതൊരിക്കലും ഒരു ഓണർ ചെയ്യാൻ പാടില്ല. അത് ഓണർ ചെയ്യുന്ന പോയിന്റിലാണ് എന്താവുന്നത്, ഏജൻസീസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഈ ഏജൻസീസുമായിട്ടുള്ള കൊളാബറേഷൻ കട്ടാവുന്നത്. അവിടെ ഒരു മിഡിൽ എന്തായാലും എന്ത് വേണം, മാർക്കറ്റിംഗ് അറിയുന്ന, എന്നാൽ നമ്മളെ ബിസിനസ് എങ്ങോട്ടാണ് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയുന്ന ഒരാൾ വേണം, ഒന്നോ രണ്ടോ ആളുകൾ വേണം. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പോയിന്റ് അതായത് വൺസ് നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ഒന്നോ രണ്ടോ എംപ്ലോയീസിന് അഫോർഡബിൾ ആയിട്ടുള്ള റവന്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സേവിങ് മണി അവിടെ വരുന്ന രൂപത്തിൽ നമ്മൾ റവന്യൂ ഒന്ന് അപ്പ് ചെയ്ത് അറയി കയറി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ക്രിയേറ്റ് ഇന്റേണൽ മാർക്കറ്റിംഗ് ടീം എന്നുള്ളതാണ്. അതായത് നമുക്കും കൂടി നിങ്ങളെ സൈഡിൽ നിന്ന് വേണ്ട ഹെൽപ്പായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ സൈഡിൽ നിന്നുള്ള ബിസിനസ് സ്ട്രാറ്റജീസും ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ, അവരെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഇൻപുട്ട് തരാൻ പറ്റുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ സൈഡിൽ നിന്നുള്ള ഒന്നോ രണ്ടോ പേര് ഓൺ ബോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈവൻ ദോ നമുക്ക് അക്കാഡമി ഉണ്ട്, നമ്മൾ അതിന് പിക്ക് ചെയ്തിട്ടുള്ള ആളുകൾ കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന പോയിന്റിലാണ് പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കെയിൽ ചെയ്യാന്നുള്ളത്. കാരണം അവിടെ പിന്നെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഭയങ്കര ഹൈ ആയി, ഒരുപാട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വന്നു. ഇത് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഈസിയാണ്. ഒരു ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം, ഹാരിസൺ കോനെ സംബന്ധിച്ചിടത്തോളം വെരി ഈസിയാണ് ഒരു ബ്രാൻഡിന്റെ എ ടു സെഡ് തിങ്സ് മാർക്കറ്റിംഗിൽ നമുക്ക് ചെയ്യാന്നുള്ളത്. ബട്ട് സ്റ്റിൽ അവിടെ ഒന്നെങ്കിൽ ആ ഫ്രീഡം നമുക്ക് വരണം. അവർ നമ്മളെ കൺസിഡർ ചെയ്യണം നമ്മൾ അവരെ മാർക്കറ്റിംഗ് ടീമായിട്ട്. നമുക്ക് അങ്ങനത്തെ ക്ലയൻസ് ഉണ്ട്. ഇപ്പൊ UAE-ലൊക്കെ ലൈക്ക് വി ഹാവ് എ ഡ്രൈവിംഗ് സ്കൂൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്നത് അവരെ മാർക്കറ്റിംഗ് ടീമായിട്ടാണ്, സ്വന്തം ടീമായിട്ട്. അതായത് അവിടെ ഒരു എന്താ പറയുക, ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡിസ്കഷൻ വരുന്ന സമയത്ത് ദിൽ കോൾ അസ്, നമ്മൾ ഒന്നോ രണ്ടോ പേര് എന്ത് ചെയ്യും, വി ആർ ദ മാർക്കറ്റിംഗ് ടീം എന്ന് പറഞ്ഞിട്ട് അവിടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവരെ CCUT ഇരിക്കുന്നുണ്ട്. അത് ആ മീറ്റിംഗിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വാർട്ടറിൽ എന്താണ് ബിസിനസ് പ്ലാൻ, അടുത്ത ക്വാർട്ടറിൽ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്, ഇത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് വോയിസ് ഉണ്ട്, വി നീഡ് ദിസ് മച്ച് ബഡ്ജറ്റ്, മാർക്കറ്റിംഗിൽ നമ്മൾക്ക് ഇത്ര ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് പറയാനുള്ള എന്തുണ്ട്, സ്കോപ്പ് അവിടെ ഒരു തരുന്നുണ്ട്. അങ്ങനെ തരുന്നുണ്ട് ഒരു ഏജൻസിക്ക്, അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഒരു മിഡിൽ എന്ത് ചെയ്യണം, മാർക്കറ്റിംഗ് ടീം അവിടെ വെരി ഇമ്പോർട്ടൻ്റ്. കാരണം സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അതെന്തായാലും അഫോർഡബിൾ ആയിരിക്കില്ല, ഒരു മാർക്കറ്റിംഗ് ടീമും ഒരു ഏജൻസിയും നോട്ട് പോസിബിൾ. ബട്ട് സ്കെയിൽ ചെയ്യുന്ന പോയിന്റിൽ എന്ത് ചെയ്യണം, അത് ചെയ്യണം. സ്കെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വൺസ് ROI ക്രാക്ക് ചെയ്യുന്ന പോയിന്റ് നമ്മൾ സ്കെയിൽ ചെയ്തു. കുറച്ചു മുന്നേ നമ്മൾ റിലേറ്റബിൾ കണ്ടന്റ്സിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഷെയർസും കമന്റും ലൈക്കിനെക്കാട്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെട്രിക് ആയിട്ട് മാറുന്നത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ബ്രാൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ലൈക്ക് ഇതാണ് നമ്മുടെ ICP, ഇതാണ് നമ്മളുടെ കണ്ടന്റ് ടൈപ്പ് ഉണ്ടായിരിക്കേണ്ടത്, ഇത്തരം കണ്ടന്റുകൾ അവർക്ക് റിലേറ്റബിൾ ആകും, എങ്ങനെയായിരിക്കും ഈ ഒരു ആക്ടിവിറ്റീസ് ഒരു ഏജൻസി ചെയ്യേണ്ടത്? ഇത് പ്യൂർലി ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടാർഗറ്റ് ഓഡിയൻസ് ബേസ്ഡ് ആണ്, പ്യൂർ സൈക്കോളജി ആണ് ആക്ച്വലി. അതിപ്പം ഇപ്പോൾ ഒരു ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ഒരു ട്രാവൽ റിലേറ്റഡ് അല്ലെങ്കിൽ വിസ റിലേറ്റഡ് കൺസൾട്ടൻസി അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രാൻഡ് ആണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ബ്രാൻഡ് വരുന്ന സമയത്ത് അവരുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ട്രാവലേഴ്സാണ്. അത് ഒരു 90% എബോവ് എന്താണ്, ട്രാവൽ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ആളുകളാണ്. അല്ലാത്തതാണ് പിന്നെ കുറച്ചും കൂടി ലീഗൽ സൈഡിലൊക്കെ, ഇപ്പൊ വിസന്റെ കേസാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആളുകൾ വരുന്നുണ്ടാവുള്ളൂ, അതും ഈ ട്രാവൽ വിസ കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഓഡിയൻസ് ഏതാന്നുള്ളത് സെഗ്മെന്റ് ചെയ്തതിന് ശേഷം ഈ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് എന്താന്നുള്ളതാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഒരു ട്രാവലർ സംബന്ധിച്ചിടത്തോളം ട്രാവൽ റിലേറ്റബിൾ കണ്ടന്റ്സ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന വിഷ്വൽസ് അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഇത് ആളുകൾ കണ്ടിരിക്കും. അപ്പൊ കാണേണ്ടത് എന്താ, അല്ലെ കാണിക്കേണ്ടത് എന്താന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി അത് വെരി ബേസിക് എക്സാമ്പിൾ ഞാൻ പറയുന്നത്. ഇനി അവിടെ ആളുകളെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പം ജസ്റ്റ് ഇങ്ങനെ ട്രാവൽ റിലേറ്റഡ് സാധനം അല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽ കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ കാണുകയുള്ളൂ, ഇവിടെ എൻഗേജ് ചെയ്യില്ല. അപ്പൊ എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാവലേഴ്സിനെ എന്താ പറയുക, എന്റർടൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കണ്ടന്റ്സിലേക്ക് അത് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അതായത് ദേ ഷുഡ് കമന്റ് ഓർ ഷെയർ ഓർ സേവ്. ഓക്കെ, കമന്റ് ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി കമന്റിൽ വരുന്നത് എന്താ, മെൻഷൻസ് ആണ്, ഏറ്റവും കൂടുതൽ വരുന്ന മെൻഷൻസ് ആണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട്, നമ്മൾ കീവേഡ്സ് കമന്റ് ചെയ്യിപ്പിച്ചിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, വിച്ച് ഇസ് ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ്. അതായത് ഒരു വീഡിയോ വരുന്നു, ഒരു വേർഡ് നമ്മളോട് കമന്റ് ചെയ്യാൻ പറയുന്നത്, അങ്ങനെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി മോർ ഇൻഫർമേഷൻ കൊടുക്കും. അതായത് 25% ഇൻഫർമേഷൻ ആ വീഡിയോയിൽ ഉണ്ടാവും, ബാക്കി 75% വേണ്ടിയിട്ട് നമ്മൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് എന്ത് ചെയ്യും, ഡീറ്റെയിൽസ് അയച്ചു തരും. ഫോർ എക്സാമ്പിൾ, എങ്ങനെ ഇപ്പം കേരളത്തിൽ നിന്ന് UAE-ലേക്ക് പോകുന്ന ഫ്ലൈറ്റ് റേറ്റിന് നമുക്ക് വേറെ 3 കൺട്രി കണ്ടുവരാം, ഒരു എക്സാമ്പിൾ ആണ് വെച്ചോ. അപ്പം ഫോർ ദാറ്റ് കമന്റ് ടു ദുബായ്,
വിൽ ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, അത് ഇൻഫോർമേറ്റീവ് കണ്ടന്റ്. അങ്ങനെ നമുക്ക് കമന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എല്ലാത്ത കമന്റ് ഭൂരിഭാഗം കമന്റും മെൻഷൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. അതിൽ കുറച്ച് പെർസെന്റേജ് ആണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, അവിടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമന്റ് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻസ് കൊണ്ടുവരുന്നത്. അപ്പം ഇവിടെ എന്തുണ്ട്, പെർസെന്റേജ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഭയങ്കര എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലിന്റെ ഉള്ളിലേക്ക് ആളുകളെ കമന്റ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഒരാളെ മെൻഷൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു റിലേറ്റബിൾ സിനാരിയോ കൊണ്ടുവരണം. ഓക്കെ, അതായത് ട്രാവലേഴ്സ് തമ്മിൽ റിലേറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിനാരിയോ കൊണ്ടുവരണം. ഇപ്പം നമ്മൾ ചെയ്ത് വർക്ക്ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങൾ. അതായത് ഇപ്പം എന്താ പറയാ, ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് ലീവ് അപ്രൂവൽസ് എടുക്കുന്നത്. അപ്പം അവിടെ ഇങ്ങനെ ഒരു വിഷ്വൽ കൊടുക്കുന്നു, ആ വിഷ്വലിൽ ഇത് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു POV അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കുന്നു. ടെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആളിത് കാണുകയും ചെയ്യും, ഒപ്പം ഇത് വായിക്കുകയും ചെയ്യും, റിലേറ്റബിൾ ആയി തോന്നുകയും ചെയ്യും, മേ ബി അവിടെ മെൻഷനും ഷെയറും ചെയ്യും. ഇതൊരു ചെറിയൊരു മെട്രിക്. അതായത് ഇതെങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യുന്നത്, ആ ഒരു സ്ട്രാറ്റജി, അതെങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യേണ്ടത്. അപ്പം അവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഒന്ന്, ആളെ കാണിക്കാനുള്ള വിഷ്വൽ കയറ്റി. രണ്ട്, ഇയാളെ അത് ആ കാണുന്ന വിഷ്വലായിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് കോപ്പീസ് കയറ്റി. അത് തന്നെ സീരിയസ് ആണോ ഫൺ ആണോ എന്നുള്ളതുണ്ട്. അതായത് സീരിയസ് ആയിട്ടുള്ള കോപ്പി ആണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്ന ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതെല്ലാം ഫൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ ട്രാവലേഴ്സ് കൂടുതലും കുറച്ചും കൂടി കാം ആൻഡ് കൂൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂഡിലേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പം അവിടെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അവിടെ കുറച്ചും കൂടി ഫൺ ആക്കുക, ഈസി ആക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആക്കുക എന്നുള്ളത്. അപ്പം അവിടെ ഫണ്ണ് എന്നുള്ളൊരു സാധനം വർക്ക്ഔട്ട് ആവും. അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള കോപ്പീസ് കാര്യങ്ങൾ വെച്ചിട്ട് ഇവരെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക, റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യിപ്പിക്കുക. ഈ ഒരു സംഭവത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ഇതാണ് ഇവരുടെ കണ്ടന്റ് നീഷ്, ഇത്ര പെർസെന്റേജ് ഇതാ പോകേണ്ടത്. പിന്നെ അവിടെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, ട്രാവലിലൊക്കെ നന്നായിട്ട് ഇൻഫർമേഷൻ വർക്കാവും. ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് ടിപ്സ് നന്നായിട്ട് വർക്കാവും. അപ്പം അത് എത്ര പെർസെന്റേജ്, ഇത് എത്ര പെർസെന്റേജ്, ഇത് ഭയങ്കരമായിട്ട് റീച്ച് ഉണ്ടാക്കുന്ന സംഭവം. മറ്റത് കുറച്ചും കൂടി നമുക്ക് സെയിൽസ് ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പം റീച്ച് ഭയങ്കര ഹൈ റീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇത്രയെങ്കിലും സെയിൽസ് വരില്ല. ഇതൊരു ഫണലാണല്ലോ. അപ്പം റീച്ച് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ടാർഗറ്റ് ചെയ്യുന്നത്. വൈഡ് ഓഡിയൻസിലേക്കാണ് നമ്മൾ വൈഡ് ആയിട്ട് കണ്ടന്റ് പുഷ് ചെയ്യേണ്ടത്. അപ്പം ഏറ്റവും കൂടുതൽ പെർസെന്റേജ് പോകേണ്ടത് ഇങ്ങനത്തെ ഫണ്ണി സിനാരിയോ ആയിരിക്കണം, ആ നീച്ചാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുശേഷം അതിന് എത്ര പെർസെന്റേജ് ആണ് നമ്മൾ സെയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ഓഫ് കണ്ടന്റ്സ് നമ്മൾ ഇൻഫോർമേറ്റീവ് ഷെയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എൻക്വയറീസ് വരുന്നത് നോക്കാം. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസും പുഷ് ചെയ്യാം. അപ്പം നമുക്ക് രണ്ട് നീഷ് കിട്ടും. ഇങ്ങനെ നെക്സ്റ്റ് സെറ്റിലേക്ക് പോയി അങ്ങനെയായിരിക്കും നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ്. അതാണ് കണ്ടന്റ് ഡിവിഷൻസ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, റിലേറ്റബിലിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫെനോമിനൽ ഗ്രോത്തിനെ പറ്റിയിട്ട്. അതായത് എംപ്ലോയീസ് കൗണ്ട് 10x ആയി, ക്ലയൻസിന്റെ നമ്പർ ഐ ഡോ നോ എത്രത്തോളം കയറിയിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് ആ ഗ്രോത്ത് ഞാനിങ്ങനെ കാണുന്നുണ്ട്, സിൻസ് ഞാൻ ഓൺ ബോർഡിങ് സൈഡിലേക്ക് ഇരിക്കുന്നതുകൊണ്ട്. സോ എങ്ങനെയായിരിക്കും ആഫ്റ്റർ ഒരു 1 year 2 year എങ്ങനെയായിരിക്കും ഉമേറിന്റെ ഒരു മൈൻഡിലുള്ള ആ ഒരു വിഷൻ എങ്ങനെയായിരിക്കും ഈ സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ്? ആക്ച്വലി സോഷ്യൽ മീഡിയ ടീമിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1.5 year ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി വർ മോർ ഫോക്കസ്ഡ് ഇൻ ബേസ്മെന്റ്. അത് ബേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 1 year ആയിട്ടുള്ള നമ്മൾ അതിന്റെ ബേസിന്റെ കംപ്ലീറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു 5 years ആയി. അപ്പം നമ്മൾ ബേസ് ബിൽഡ് ചെയ്യുന്നതിലും മോർ ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ബേസ് ഇസ് വെരി എന്താ പറയാ, ഭയങ്കര സ്ട്രോങ് ബേസ് ഉണ്ട്, സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒരാള് ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ക്ലാരിറ്റി ഉണ്ട്. ഇവൻ നമ്മൾ JDs എന്നുള്ള പെർസ്പെക്റ്റീവ് നമ്മൾ കട്ട് ചെയ്തു, അപ്പോൾ നമ്മൾ റോൾ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അത് ദേ ഹാവ് കറക്റ്റ് ക്ലാരിറ്റി ഉണ്ട്. അതേപോലെ ടീം സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ അല്ല, ടീം സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന് ഹൈറാർക്കീസ് ഉണ്ട്. ഹൈറാർക്കീസ് എന്നുള്ള ടേം ആക്ച്വലി നമ്മൾ ക്രിയേറ്റീവ് സ്പേസിൽ യൂസ് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ ദർ ഈസ് ടീമായിട്ടുള്ള ലീഡ്സ് ആയിട്ടുള്ള ആളുകൾ, അതിനനുസരിച്ചുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അത് സ്കെയിൽ ചെയ്യാന്നുള്ള പോയിന്റാണ്. അതായത് ഇപ്പൊ നമ്മൾ സ്കെയിലിംഗ് പോയിന്റിൽ എത്തിക്കില്ല, ആക്ച്വലി ഫോർ മീ സ്കെയിൽ ആയിട്ടില്ല. അപ്പം ഇനിയാണ് ആക്ച്വലി സ്കെയിലിംഗ് വരാൻ പോകുന്നത്. അപ്പൊ ആ സ്കെയിലിംഗ് വരുന്ന സമയത്ത് നമ്മൾ മോർ ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പം അറൌണ്ട് ഈ ഒരു ഇയറിലൊരു ഡാറ്റ എടുക്കുകയാണെങ്കിൽ നമ്മളെ അറൌണ്ട് ഒരു 60, 65, 70 ബ്രാൻഡ് എങ്ങാനും, കറക്റ്റ് 68 ബ്രാൻഡ് എങ്ങാനും ലാസ്റ്റ് നോക്കിയ സമയത്ത് നമ്മൾ 68 ബ്രാൻഡ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി റിട്ടേണിംഗ് ക്ലയൻസ് തന്നെയാണ്, റിട്ടേൺ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം അവിടെ ആ ഒരു ടീം എനിക്ക് തോന്നുന്നു ഒരു 1 year കഴിയുമ്പോഴേക്ക് ഇപ്പൊ ഉള്ളൊരു ടീമിന്റെ ഒരു 5x അല്ലെങ്കിൽ ഒരു 6x എന്തായാലും എന്തുണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും. അത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ
ടീം സ്ട്രക്ചർ മാത്രമല്ല, ആ ടീമിന്റെ സൈസാണ് ഞാൻ ആക്ച്വലി അങ്ങനെ ചെയ്യാറ്. അതായത് ആദ്യം ഇവിടെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യും, എന്നിട്ട് ആ ടീമിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, ക്ലയൻസിനെ പുഷ് ചെയ്യും, ക്ലയൻസിനെ കൊണ്ടുവരും. അതായത് ഈ ടീമിനോടാ ചോദിക്കും നിങ്ങൾക്ക് എന്ത് ടൈപ്പ്. ഇപ്പോൾ ഇവിടെ ഒരാൾ ഓൺബോർഡ് ആവുന്ന സമയത്ത് 1.5 ഇയർ നമ്മളിരുന്ന് സംസാരിക്കാറുണ്ട്. അതായത് ഇപ്പം ഒരാളെ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത്, ആ ഹയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഹയറിംഗിൽ, അസസ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ബിഫോർ ജോയിനിങ് ഡേറ്റിന്റെ ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ ബിഫോർ നമ്മളൊരു കോളിലിരിക്കും. അവിടെ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സംസാരിക്കും. ഈ വന്നിട്ടുള്ള അറൗണ്ട് ഒരു 35+ മെമ്പേഴ്സുമായിട്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ആ ഇരുത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി ഇവർക്കൊരു നെക്സ്റ്റ് 5 ഇയേഴ്സിൽ എന്ത് ബ്രാൻഡുമായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്, ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് കേരളത്തിൽ ഇപ്പം നമ്മളെ ഹെഡ് ക്വാർട്ടേഴ്സ് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണലിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് തിങ്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ലിമിറ്റ് പൊട്ടിക്കുക എന്നുള്ളതാണ് ആക്ച്വലി പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞത്. അപ്പം ആ വിഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നത്. അപ്പം ഇവർ വരുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നത് ഇതാണ്, നെക്സ്റ്റ് 5 ഇയർ അല്ലെങ്കിൽ ഒരു 3 ഇയറിലേക്ക് ഈ കമ്പനിയിൽ ഉണ്ടാവും എന്നുള്ളതല്ല, ആ 3 ഇയറിലേക്ക് നിങ്ങളെ വിഷൻ എന്താ, നിങ്ങളെ കരിയറിലുള്ള നിങ്ങളെ വിഷൻ എന്താ, എന്തൊക്കെ ടൈപ്പ് ബ്രാൻഡ്സുമായിട്ട് വർക്ക് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ക്വാർട്ടറും പ്ലാൻ ചെയ്യുന്നത്. അതായത് ഈ ടീമിനെ കൊണ്ടുവന്നിട്ട് ഈ ടീമിന് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇവർക്ക് വേണ്ട ടൈപ്പ് ഓഫ് നീഷിലുള്ള ക്ലയൻസിനെ കൊണ്ടുവന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഇവർക്ക് ക്രിയേറ്റീവ്ലി ആ ഒരു എന്താ പറയുക ക്രിയേറ്റീവ് ക്രേവിങ്സ് തീർക്കാൻ പറ്റുന്ന ക്യാമ്പയിൻസിനെ വർക്ക്ഔട്ട് ചെയ്യുക, അങ്ങനത്തെ ബ്രാൻഡ്സിന് വേണ്ടിച്ച് എന്ത് ചെയ്യുക, ഔട്ട് ബൗണ്ട് ആണെങ്കിൽ ഔട്ട് ബൗണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇവന്തോ നമ്മളൊരു കൾച്ചറൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും ആക്ച്വലി നമ്മൾ അങ്ങനെ എന്താ പറയുക ടൈം സ്പെസിഫിക് ആയിട്ടൊന്നല്ല വർക്ക് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും എനിക്ക് ഒരു ഓഫീസ് ടൈം ഒന്നും അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് എൻ ഓഫീസ് ടൈം, ഇത് ഉള്ളത് തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഒരു മൊമെന്റ് മാർക്കറ്റിംഗ് വരില്ലേ, അല്ലെങ്കിൽ ഇവൻ ഒരു സ്പോർട്സ് ഇപ്പൊ ഒരു മാച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാച്ചിന്റെ എൻഡിൽ നമുക്ക് പോസ്റ്റ് പോകണം. അത് മേ ബി രാത്രി 2 മണിക്കായിരിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടീമിന്റെ അടുത്ത് നമുക്ക് ഒരിക്കലും ഒരു ടൈം സ്പെസിഫിക് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് കൊണ്ടുവരാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റേഷൻസ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അവിടെ ഇപ്പം ആസ് എ സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഹെഡ് നമ്മളെ ടീം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഫ്രീഡം കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ആ ഒരു രൂപത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ടീമിനെ കൊണ്ടുവരാന്നുള്ളത്. അപ്പം അവരുടെ ക്രേവിങ്സ് എന്താണോ ആ ക്രേവിങ്സ് തീർക്കാന്നുള്ളത്. ഇപ്പം ഇന്റെ ടീമിന്റെ ഒരു ക്രേവിങ്സ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞതാണ്, നെക്സ്റ്റ് ഒരു 1 ഇയറിൽ ഇപ്പം എന്താണോ സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്, അത് ക്ലയന്റ് സ്പെസിഫിക് ആയിക്കോട്ടെ, ടീം സ്പെസിഫിക് ആയിക്കോട്ടെ, പോർട്ട്ഫോളിയോ സ്പെസിഫിക് ആയിക്കോട്ടെ, വാട്ട് എവർ, ഇതിന്റെ ഒരു എന്താ പറയാ ഒരു 4x or 5x എന്തായാലും എന്തുണ്ടാവും, ഗ്രോത്ത് പോകേണ്ടി വരും. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടീമിനെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിലേക്ക് പുഷ് ചെയ്യാന്നുള്ളതാണ്. ഇതായിരിക്കും നമ്മളൊരു ഗ്രോത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മെയിൻലി തിങ്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ആ ഒരു ബേസ് ടീമിന്റെ ടാർഗറ്റ് എന്തായിരുന്നു, ഈ ബേസ് ടീമിനെ എന്ത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടീമിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് സ്കിൽസാണ്. അപ്പൊ ആ ടോപ്പ് സ്കില്ല് നമ്മളെ കയ്യിൽ വേണം എപ്പോഴും. അപ്പൊ ആ ടോപ്പ് സ്കില്ലിനെ അട്രാക്ട് ചെയ്യുന്നത് എന്താണോ അത് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു രൂപത്തിലാണ് നമ്മളെ മാനേജ്മെന്റും പോകുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത്. സോ നമ്മളിപ്പം കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മേജറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ബ്രാൻഡ് സൈഡിൽ നിന്നുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടത്, എന്തെല്ലാം മെട്രിക്കുകളാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് അവരൊരു ഏജൻസിയെ മാനേജ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നത് ഏകദേശം 100ഓളം ക്ലയൻസ് ഹാരിസ് ആൻഡ് പോലെ ഒരു 1 ഇയർ 1.5 ഇയർ മാത്രം നോക്കാൻ വെച്ചിട്ട് തന്നെ ഒരു 100ഓളം ക്ലയൻസ്. അതിന് മുന്നേയുള്ള എക്സ്പീരിയൻസ് വേറെയുണ്ട്. ടീം ലീഡായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു, അതിനു മുന്നേ ക്ലയൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഏരിയയിലും തന്റെ കാര്യങ്ങൾ തെളിയിച്ച് വരുന്ന ഉമേറാണ്. സോ ഒരു ബിഗ് താങ്ക്സ് ടു ഉമേർ. ആൻഡ് നമ്മൾ ഇനിയും ഇതുപോലുള്ള ഗുഡ് ആയിട്ടുള്ള കണ്ടന്റുകളായിട്ട് വരുന്നതായിരിക്കും. സോ താങ്ക് യു ആൾ.